ടീച്ചറെ ഒരു പോർണോ വീഡിയോ ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടാക്കും? അത് മഞ്ജു വാര്യരെ പോർണോ വീഡിയോ ഉണ്ടാക്കിയത് നമുക്ക് കേട്ടോ മനസ്സിലാവും. ഒരാർ.എം.പി നേതാവിന്റെ പ്രസംഗമാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടം മുതൽ ആരംഭിച്ച സ്ത്രീയും അധിക്ഷേപവും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലെങ്കിലും അവസാനിക്കുമെന്ന് കരുതിയവർക്ക് തെറ്റി. മുമ്പത്തതിനേക്കാൾ ആവേശത്തോടെ നികൃഷ്ടവും നീചവുമായ ഭാഷയിൽ അധിക്ഷേപം തുടരുന്നതിന് നേതൃത്വം നൽകുന്നത് തലമുതിർന്ന നേതാക്കൾ തന്നെ. പോൺ വീഡിയോ ശൈലജ ടീച്ചർക്ക് പകരം മഞ്ജു വാര്യരുടേതാണെങ്കിൽ കണ്ടങ്ങ് ആസ്വദിക്കാമായിരുന്നു പോലും. ആ വാക്കുകളും അതിനൊപ്പം ആർത്തുചിരിക്കുന്ന ആൺകൂട്ടവും ഭൂരിപക്ഷം വരുന്ന ആൺബോധ നിർമ്മിതിയുടെ ചെറിയ ഉദാഹരണം മാത്രമാണ്. ആ വൃത്തികെട്ട പ്രസംഗത്തിലും വൃത്തികെട്ട ഒരു ഖേദപ്രകടനം വന്നു പിന്നാലെ. അനുചിതമെന്ന് സുഹൃത്തുക്കൾ ചൂണ്ടിക്കാണിച്ചു പോലും. അപ്പോഴും അത് സ്വയം ബോധ്യപ്പെടുന്നില്ല ഹരിഹരന്. ആ വേദിയിൽ ഏറ്റവും ഒടുവിലായി സംസാരിച്ചത് വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. വിവാദമായതിന് പിന്നാലെ ഇന്ന് ഹരിഹരനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തള്ളിപ്പറയുന്ന ഷാഫി പറമ്പിലിന്റെ നാവ് ഇന്നലെ പൊന്തിയില്ല എന്ന് മാത്രമല്ല, ആ സ്ത്രീവിരുദ്ധ പരാമർശം കേട്ട് ആർത്ത് ചിരിച്ച ആൺകൂട്ടത്തിൽ ഷാഫി പറമ്പിലും VD സതീശനും ഉണ്ടായിരുന്നു താനും. ഹരിഹരൻ മാപ്പ് പറഞ്ഞതിലൂടെ പ്രശ്നം അവസാനിച്ചെന്ന് KK രമ. അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റുന്ന വാക്കുകളാണ് ഹരിഹരൻ പറഞ്ഞതെന്ന് KK രമ എന്ന സ്ത്രീക്ക് KK രമ എന്ന ജനപ്രതിനിധിക്ക് ഉറപ്പുണ്ടോ എന്ന് സ്വന്തം മനസാക്ഷിയോട് ഒരിക്കൽ കൂടി ചോദിച്ചു നോക്കണം. ഉണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ പൊതുപ്രവർത്തനവും ഇരവാദവും അവസാനിപ്പിച്ച് വീട്ടിലിരിക്കണം. CPIM-ന്റെ വർഗീയതയ്ക്കെതിരെ സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു അത്രേ. ഹരിഹരൻ അത് പറഞ്ഞവസാനിപ്പിക്കുന്നത് മുക്കം മൗലവിക്ക് നിസ്കരിക്കാൻ മുട്ടിയിട്ട് സ്റ്റേജിലിരുന്ന് നിസ്കരിച്ചു എന്ന വാചകത്തിൽ. ഇതിലൊന്നും എന്തെങ്കിലും പ്രശ്നമുള്ളതായി KK രമയ്ക്കോ ഷാഫി പറമ്പിലിനോ VD സതീശനോ തോന്നില്ല. സ്വന്തം മനസ്സിലെ വർഗീയതയുടെയും അശ്ലീലതയുടെയും സ്ത്രീവിരുദ്ധതയുടെയും കറ കഴുകിക്കളഞ്ഞിട്ട് വേണം മറ്റുള്ളവരെ ശരി പഠിപ്പിക്കാൻ ഇറങ്ങേണ്ടത്. അല്ലെങ്കിൽ അലക്കിത്തേച്ച ഖദറിനുള്ളിൽ ഒളിപ്പിച്ച മാലിന്യങ്ങൾ അറിയാതെ ഇങ്ങനെ ചോർന്നൊലിക്കും. ഈ ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുന്നവർ CS സുജാത CPIM-ൽ നിന്നും, PM നിയാസ് കോൺഗ്രസ് നേതാവ്, ഡോക്ടർ പ്രേംകുമാർ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ്. ആദ്യം ശ്രീ CS സുജാത, തെരഞ്ഞെടുപ്പ് കാലത്ത് തുടങ്ങിയ അധിക്ഷേപമാണ്. നോക്കൂ, അതിന്റെ ഭീകരത ഇപ്പോൾ എവിടെ വരെ എത്തി നിൽക്കുന്നുവെന്ന്. ശൈലജ ടീച്ചറെയാണ് അധിക്ഷേപിക്കേണ്ടത്, അതിന് പൊതുസമൂഹത്തിൽ മറ്റൊരു സ്ത്രീയെ കൂടി കൂട്ടുപിടിക്കുകയാണ്. നോക്കൂ, അവരുടെ പോൺ വീഡിയോ ആയിരുന്നെങ്കിൽ ഞങ്ങളങ്ങ് ആസ്വദിച്ചേനെ എന്ന മട്ടിൽ പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ ഈ സമൂഹത്തിന് എത്രമാത്രം ബാധ്യതയാണ്? ഇന്നലെ ശ്രീ ഹരിഹരൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള പ്രതികരണം കേൾക്കുമ്പോൾ എത്ര മ്ലേച്ഛമായിട്ടാണ് അവരൊക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. സഖാവ് ശൈലജ ടീച്ചർക്കെതിരെ അവർ സ്ഥാനാർത്ഥിയായി അവരെ തീരുമാനിച്ച അന്നു മുതൽ എത്ര മോശമായിട്ടുള്ള പ്രതികരണങ്ങളും അല്ലെങ്കിൽ പല രൂപത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അവർ കൊണ്ടുവന്ന വ്യാജ വീഡിയോ, അശ്ലീല ചിത്രം, അതൊക്കെ പൊതുസമൂഹം വളരെ ഗൗരവത്തോടെ തന്നെ എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതായത് വടകരയിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. അതായത് ഏറ്റവും കരുത്തയായ ഒരു സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ കേരളം ആദരിക്കുന്ന, ഏറെ ഇഷ്ടപ്പെടുന്ന, കാരണം എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും താങ്ങും തണലുമായി നിന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ശക്തിയായ മുഖമായിട്ടുള്ള, ധീരതയോടെ പ്രവർത്തിക്കുന്ന സഖാവ് ശൈലജ ടീച്ചർ അവിടെ സ്ഥാനാർത്ഥിയായ ഈ വന്ന അന്നു മുതൽ തന്നെ അവരെ സമൂഹ മധ്യത്തിൽ മോശപ്പെടുത്തുവാനും ഇടതുപക്ഷ പ്രസ്ഥാനത്തെ പരാജയപ്പെടുത്തുവാനുള്ള ശ്രമം UDF-ൻ്റെ ഭാഗത്തുണ്ടായി. അതിൽ UDF-ൻ്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർക്കെതിരായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള പ്രതികരണം ഓരോ ഘട്ടത്തിലും ഉയർത്തിക്കൊണ്ടുവന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിന് വ്യാജ സീലൊക്കെ ഉണ്ടാക്കി കേരളത്തിൽ വളരെ പ്രചാരം നേടിയ ഒരാളെ തന്നെയാണ് സോഷ്യൽ മീഡിയയുടെ ചുമതല ശ്രീ ഷാഫി പറമ്പിലെന്ന അവിടുത്തെ UDF-ൻ്റെ സ്ഥാനാർത്ഥി നിയോഗിച്ചത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ UDF-ൻ്റെ അറിവോടെ തന്നെയാണ് വളരെ മോശമായി അവർ സ്ഥാനാർത്ഥിയായി വന്ന അന്നു മുതൽ അതിനുശേഷവും വളരെ വളരെ മ്ലേച്ഛമായ രൂപത്തിലുള്ള പ്രതികരണമാണ് അവരുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം CPM-നെതിരെ സംഘടിപ്പിച്ച ഒരു യോഗത്തിലാണ് ശ്രീ ഹരിഹരൻ ഈ രൂപത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രതികരണം നടത്തുമ്പോൾ ആ വേദി
ഇരുന്ന് കൈയടിക്കുന്ന, വേദിയിൽ ഇരുന്ന് കൈയടിക്കുന്നതും പുറത്തിരുന്ന് കൈയടിക്കുന്ന, അതായത് വേദിയിൽ UDF നേതാക്കളും പുറത്തിരിക്കുന്ന അവരുടെ അണികളും, അതെല്ലാം കേരളം കണ്ടതാണ്. കാരണം നമ്മൾ സാധാരണ പറയുമല്ലോ, പുരുഷാധിപത്യ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കേരളം ശക്തമായിട്ടുള്ള പോരാട്ടങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, രാജ്യത്തിൻ്റെ മുമ്പിൽ അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഏത് സൂചകം എടുത്തു നോക്കിയാലും കേരളത്തിലെ സ്ത്രീകൾ വളരെ മുന്നിൽ തന്നെയാണ്. അവർ പരാജയപ്പെട്ട് പിന്നോട്ട് പോകുന്നവരല്ല കേരളത്തിലെ സ്ത്രീകൾ, പൊരുതി തന്നെയാണ് കേരളത്തിലെ സ്ത്രീകൾ മുന്നോട്ട് പോകുന്നത്. ആ പോരാട്ടത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളെയാണ് വളരെ വളരെ അപമാനകരമായ രൂപത്തിൽ അതെനിക്ക് ഈ ചാനലിലൂടെ വീണ്ടും അത് പറയാൻ കഴിയില്ല. ഇവിടെ സൂചിപ്പിച്ചു, അതായത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രതികരണം ഇങ്ങനെ ഒരാൾ നടത്തുമ്പോൾ അവിടെ എണീച്ചു നിന്ന് പറയണ്ടേ? ശ്രീമതി ശൈലജ ടീച്ചറെ അപമാനിക്കുന്നതിന് വേണ്ടി മറ്റൊരു കേരളം ആദരിക്കുന്ന മറ്റൊരു പ്രഗത്ഭയായിട്ടുള്ള ഒരു കേരളം ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയെ കൂടെ അവരുടെ പേര് കൂടി അവിടെ വലിച്ചിഴച്ച് കൊണ്ടുവരികയുണ്ടായി. ഈ ഘട്ടത്തിൽ ശ്രീ ഹരിഹരൻ ഈ രൂപത്തിൽ പ്രതികരണം നടത്തുമ്പോൾ അപ്പോൾ തന്നെ എണീക്കണ്ടേ ശ്രീ VD സതീശൻ, അല്ലെങ്കിൽ ശ്രീ ഷാഫി പറമ്പിൽ, അല്ലെങ്കിൽ ശ്രീമതി KK രമ, അല്ലെങ്കിൽ മറ്റുള്ള UDF നേതാക്കന്മാർ? അവർ പറയണ്ടേ നിങ്ങളുടെ ഈ മോശപ്പെട്ട പ്രതികരണം നിർത്തൂ എന്ന് പറയണ്ടേ? അപ്പോൾ അവരെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ രൂപത്തിലുള്ള പ്രതികരണം നടത്തിയത്. കേരളം ഇതിനെ ശക്തമായി ഇതിനെതിരായി പ്രതികരിക്കാൻ തയ്യാറായ ഘട്ടത്തിലാണ് ഒരു മാപ്പ് പറയില്ലേക്കും. അങ്ങനെ മാപ്പ് കൊണ്ട് തീരുന്നതാണോ ഇത്? അങ്ങനെ മാപ്പ് കൊണ്ട് തീരുന്നതല്ല ഇത്. എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ പൊതുസമൂഹം ഉണർന്നെണീക്കുക തന്നെ വേണം. ഇത്തരത്തിലുള്ള വളരെ വൃത്തികെട്ട പരാമർശം സ്ത്രീകൾക്കെതിരെ ഇന്നലെ തുടങ്ങിയതാണോ ഇത്? സഖാവ് ഗൗരിയമ്മ മുതൽ ഇങ്ങോട്ടുള്ള ഓരോ നേതാക്കന്മാരെ നിങ്ങളെടുത്ത് നോക്ക്. ആ ഘട്ടത്തിലെല്ലാം തന്നെ അവരെ അപമാനിക്കാനും ആക്ഷേപിക്കുവാനും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളിലൂടെ, മറ്റു പ്രസിദ്ധീകരണങ്ങളിലൂടെ, മറ്റവർ ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ രൂപത്തിലും അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് UDF നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് വേളയിലും തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം ഈ രൂപത്തിൽ വീണ്ടും അവർ പ്രതികരണങ്ങളുമായി മുന്നോട്ട് ഈ രൂപത്തിലുള്ള പ്രസ്താവനകളുമായി, പ്രതികരണങ്ങളുമായി, ആക്ഷേപങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ കേരളം ഉണർന്നെണീക്കുക തന്നെ വേണം. സ്ത്രീകളെ ആകെ അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രൂപത്തിലുള്ള പ്രതികരണം നടത്തുന്നത്. ശ്രീ PM നിയാസ്, കോൺഗ്രസും UDF ഇന്ന് തള്ളി പറയുന്നുണ്ട് ഹരിഹരനെ, നല്ലത് തന്നെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ CS സുജാത പറഞ്ഞതുപോലെ VD സതീശനും ഷാഫി പറമ്പിലും ഒക്കെ ഉണ്ടായിരുന്ന വേദിയാണത്. അതുകൂടിയാണ് അതിന്റെ ഗൗരവം ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നത്. അതിലൊരു പരാമർശം നടത്താൻ ഷാഫി പറമ്പിലിനെ പോലൊരാൾക്ക് ഈ വിഷയം ഇത്ര വലിയ വിവാദമാകുകയും പൊതുസമൂഹത്തിൽ നിന്ന് ഇത്ര വലിയ രോഷമുയരുകയും വേണ്ടി വന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്? ആ വേദിയിൽ തന്നെ തള്ളിക്കളയേണ്ടതായിരുന്നില്ലേ ആ പ്രസ്താവന? നോക്കൂ അസിത, ഇവിടെ അങ്ങയുടെ ഇൻട്രോയും CS സുജാതയുടെ വാക്കുകൾ ഞാൻ കേട്ടു. ഞങ്ങൾക്കിതിൽ യാതൊരു സംശയവുമില്ല. ഇത്തരത്തിലുള്ളൊരു പരാമർശം ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് തന്നെ അത് ഇന്ന് പത്രക്കുറിപ്പ് ഇറക്കി. ഞങ്ങളുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രവീൺ കുമാർ ഇന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞു. ഇന്നലെ തന്നെ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവും ഷാഫി പറമ്പിലും ഞാനും ഒക്കെ പരിപാടിയിൽ പങ്കെടുത്ത ആളാണ്. പരിപാടി കഴിഞ്ഞ ഉടനെ അദ്ദേഹം ഇറങ്ങി വന്നപ്പോൾ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു ഇത് മോശമായിപ്പോയി, അങ്ങ് പിൻവലിക്കണമെന്ന്. അപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ ഞങ്ങൾ പിൻവലിച്ചോളെന്ന് പറഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ പൊതുസമൂഹത്തിന് മുമ്പിൽ അത് പിൻവലിച്ചു മാപ്പ് പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പാർട്ടി കോൺഗ്രസ് പാർട്ടിയല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടി RMP ആണ്. അത് UDF ഘടകകക്ഷിയുമല്ല. ആ RMPയുടെ സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും അതിലെ MLA ആയ KK രമയും ഇത് തള്ളിപ്പറഞ്ഞു, മാപ്പ് പറഞ്ഞു, ഇത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു. ഇത് ഒരു വശിച്ച് നിൽക്കുന്നു. അപ്പോൾ CS സുജാത പറയുന്നത് മാപ്പ് കൊണ്ട് തീരില്ല. ശരിയാണ്, ഒരു വനിതകൾക്കെതിരെയും ഒരു മോശ പരാമർശം ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നും പാടില്ല. എന്നാൽ ലതിക സുഭാഷ് ഇന്ന് അവർ LDFലാണ്. അവർക്കെതിരെ VS അച്യുതാനന്ദൻ നടത്തിയ വളരെ മ്ലേച്ഛമായ അവരെ വ്യക്തിപരമായി റോട്ടിലിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പരാമർശം നടത്തി. ഇതുവരെ പിൻവലിച്ചോ? G സുധാകരൻ, അത് പിണറായി വിജയൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു. അവർ ഷാനിമോൾ സ്ഥാനാർത്ഥിയായി MLA ആയി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ പൂതന പ്രയോഗം നടത്തി. ഇതുവരെ പിൻവലിച്ചോ? മാപ്പ് പറഞ്ഞോ? വിജയരാഘവൻ
ഇപ്പം പറയുന്ന MLA ആയിട്ട് മത്സരിക്കുന്ന ഒരു വ്യക്തിയെ ഇത്ര മോശമായി പറയാൻ പാടില്ല എന്നാണ് CS സുജാത പറഞ്ഞത്. ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം. വിജയരാഘവൻ്റെ വളരെ മോശമായ രമ്യ ഹരിദാസിനെതിരെ പ്രസംഗം ഇന്ന് വരെ അദ്ദേഹം തിരുത്തിയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടി തിരുത്തിയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി തിരുത്തിയിട്ടില്ല. അതുപോലെ തന്നെ MM മണി പെമ്പിളെ ഒരുമയ്ക്കെതിരെ നടത്തിയ വളരെ മ്ലേച്ഛമായ പ്രസ്താവന അദ്ദേഹം തിരുത്തിയില്ല, അദ്ദേഹത്തിന്റെ പാർട്ടി തിരുത്തിയില്ല, അദ്ദേഹത്തിന്റെ നേതാക്കൾ തിരുത്തിയില്ല. ഏറ്റവും ഒടുവിൽ MM മണി ഇവിടെ ഞാൻ ആദ്യഘട്ടത്തിൽ ചോദിച്ചതും ശ്രീമതി CS സുജാത ചോദിച്ചതും നിങ്ങൾ തള്ളി പറഞ്ഞിട്ടുണ്ട്, അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലത് തന്നെ, സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ പ്രശ്നം, താങ്കൾ ആ വീഡിയോ കണ്ടു കാണുമല്ലോ, ആ വാക്കുകൾ കേട്ട് ആ ഒരു വേദിയിലിരുന്ന് കൈയടിക്കുന്നവർ, പൊട്ടിച്ചിരിക്കുന്നവർ, അതിൽ ഷാഫി പറമ്പിലും VD സതീശനും ഉണ്ട് എന്നുള്ളതാണ് ഇതിലെ ഗൗരവം. ആ വേദിയിൽ ഏറ്റവും അവസാനം സംസാരിക്കുന്നയാൾ ഷാഫി പറമ്പിലാണ്. ആ വേദിയിൽ അവർക്കൊരു പ്രശ്നമാകുന്നതേയില്ല. താങ്കൾ പറഞ്ഞതുപോലെ ആ പരിപാടിക്ക് ശേഷം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വിമർശനം വരുന്നു, ചാനലുകളിൽ അത് ചർച്ചയാകുന്നു. അതിനുശേഷമാണ് ഈ ഖേദപ്രകടനം വരുന്നത്. അപ്പോഴും ഹരിഹരൻ എന്താണ് പറയുന്നത്? സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും ചൂണ്ടിക്കാട്ടിയ അനുചിതമെന്ന് തോന്നുന്നു എന്നർത്ഥത്തിൽ. അങ്ങനെയാണോ വേണ്ടത്? അസിതയെ ഞാനിന്നൊരു മാധ്യമപ്രവർത്തകയായി കാണുന്നത്. അങ്ങയുടെ പഴയ SFI സഖാവായി ഞാൻ കാണുന്നില്ല, ഞാനത് കേൾക്കുന്നുമില്ല. അങ്ങയുടെ സംസാരത്തിലും അങ്ങനെ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ആ പരിപാടിയിൽ പങ്കെടുത്ത ആളാണ്. ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയിലും പ്രാഥമിക അംഗത്വം പോലുള്ള ആളല്ല. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഞാൻ മാധ്യമപ്രവർത്തക എന്ന നിലയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇവിടെ അധിക്ഷേപിക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. താങ്കൾ പറഞ്ഞോളൂ. ഞാനായിക്കോട്ടെ, ഞാൻ അതിന് അങ്ങനെ ആവരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ശരി, അങ്ങ് പറയുന്നത് സന്തോഷം. ഞാൻ ആ ചടങ്ങിൽ പങ്കെടുത്ത ആളാണ്. ഞാൻ ചടങ്ങിൽ ഈ VD സതീശനും അതുപോലെ തന്നെ നമ്മുടെ സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പലിനെ തൊട്ടടുത്തിരുന്ന ആളാണ്. അപ്പം നിങ്ങൾ പറഞ്ഞു കേട്ടാൽ വിചാരിക്കും അവരൊക്കെ കൈയടിച്ച് ആസ്വദിച്ചു. എൻ്റെ തൊട്ടടുത്തിരുന്നുകൊണ്ട് അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അയ്യോ മോശമാണ്, എന്ത് വിവരക്കാണ് അദ്ദേഹം പറയുന്നത്, ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ഒറ്റ ശാസ്ത്രത്തിലാണ് അവർ രണ്ടുപേരും പറഞ്ഞത്. പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വന്ന ഉടനെ ഞാനാണ് നമ്മുടെ ഹരിഹരനെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി സംസാരിപ്പിച്ചത്. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇങ്ങനെ പച്ചക്കള്ളം അങ്ങക്ക് മാധ്യമപ്രവർത്തകയാണെങ്കിൽ അങ്ങനെ പറയില്ല. അങ്ങക്ക് മുൻ രാഷ്ട്രീയമല്ല ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പറയാനിടയുള്ളൂ എന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. MM മണിയുടെ ഏറ്റവും ഒടുവിൽ ഒരു വനിതാ പ്രിൻസിപ്പാൾക്കെതിരെ പറഞ്ഞത് കേട്ടാൽ അറയ്ക്കുന്നതാണ്. അതിനെതിരെ ഈ CS സുജാതയ്ക്ക് അന്ന് നാവുണ്ടായിരുന്നില്ലേ? പറഞ്ഞില്ലല്ലോ. സുജാതയുടെ പാർട്ടി അന്ന് പറഞ്ഞു, കൈരളി ചാനൽ അന്ന് പറഞ്ഞു, ഇതിൻ്റെ CPM നേതാക്കന്മാർ ആരെങ്കിലും പറഞ്ഞു? ഇന്ന് വരെ ഇതിലേതെങ്കിലും പരാമർശങ്ങൾ പറഞ്ഞു? ഏറ്റവും ഒടുവിൽ നിങ്ങളുടെ MLA ആയ നമ്മുടെ നിലമ്പൂർ MLA ആയ PV അൻവർ, അവർ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ DNA ടെസ്റ്റിനാണ്. ഇതിനർത്ഥം രാഹുൽ ഗാന്ധിയുടെ അമ്മയായ ഒരു വനിതയായ ഒരു സഹോദരിയായ ഒരു ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവായ സോണിയാഗാന്ധിയുടെ കുറിച്ചാണ് മോശം പരാമർശം എത്തി നിൽക്കുന്നത്. ആ DNA തെറ്റാണെന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്? ഒരു മിനിറ്റ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഞങ്ങൾ അങ്ങനെയല്ല. ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ പറഞ്ഞു. 5-ലേതെങ്കിലും ഒന്ന് പറഞ്ഞ ആൾ തിരുത്തിയോ? മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നു. കാരണം അങ്ങനെ പറയാൻ ഞാൻ അനുവാദം കൊടുത്തിരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ആ മുഖ്യമന്ത്രിയുള്ള സ്ഥാനത്താണ് പത്മജ വേണുഗോപാലും ഒരു സ്ത്രീയാണ്, അവർക്കും ഒരു അമ്മയുണ്ട്. പക്ഷെ അത് നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് ശ്രീ ഡോക്ടർ പ്രേംകുമാർ. മാപ്പ് കൊണ്ട് അവസാനിക്കുന്നതാണോ ഈ ഒരു പ്രശ്നം എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അവിടെയാണ് PM നിയാസ് മറ്റു ചില സംഭവങ്ങളുമായി ചേർത്ത് വെച്ച് അതിനെ തുലനം ചെയ്യുന്നത്, സാധൂകരിക്കുന്നത്. അതുകൊണ്ട് ഇല്ലാതാകുമോ ഈ ഇത്രയും ഗുരുതരമായ ഈ പരാമർശം? ഒന്നാമത്, ഇത് ഒരു വശത്ത് CPM-ഉം മറുവശത്ത് UDF-ഉം നിൽക്കുന്ന ഒരു തർക്കമാണെന്ന് ഞാൻ കാണുന്നില്ല. മറിച്ച് ഒരു വശത്ത് ആത്മാഭിമാനമുള്ള സ്ത്രീകളും അപ്പുറത്ത് വഷളൻ സെക്ഷൽ പെർവേർട്സും പൊളിറ്റിക്കൽ പെർവേർട്സും ഉള്ള ഒരു സംഗതിയാണ്. അങ്ങനെയാണ് ഞാനിതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് മുന്നേ ഏതൊക്കെ നേതാക്കന്മാർ എന്തൊക്കെ വഷളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എണ്ണി പറഞ്ഞിട്ട് ടാലി ആക്കുന്ന ഒരു ഡിസ്കഷനിൽ, ഡിബേറ്റിൽ ഞാനില്ല. നിങ്ങളോട് അത്തരത്തിൽ തർക്കിക്കാൻ ഞാനില്ല. പലരും പലതും പറഞ്ഞിട്ടുണ്ട്. പറയാൻ പാടില്ലാത്തത് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്, അതൊന്നും പറയേണ്ടതില്ല.
ഇപ്പം CPM-ന്റെ ആളുകൾ കോൺഗ്രസിന്റെ ആളുകളെ പറ്റി പറഞ്ഞതുണ്ട്, കോൺഗ്രസിന്റെ നേതാക്കന്മാർ കോൺഗ്രസിന്റെ ആളുകളെ പറ്റി പറഞ്ഞത് അതിനേക്കാൾ വൃത്തികേടാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിൽ കാര്യമില്ല. പക്ഷേ ഇവിടെ ഇപ്പം സുഹൃത്ത് PM നിയാസ് പറഞ്ഞതിൻ്റെ അകത്ത് 2 കളവുകളുണ്ട്, കൃത്യമായ കളവ്. ഒന്നെന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് ഞാനടക്കമുള്ള VD സതീശൻ അടക്കമുള്ള നേതാക്കൾ അവിടുന്ന് ഇറങ്ങിയ ഉടനെ KS ഹരിഹരനോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, പിൻവലിക്കണം. അത് പ്രകാരമാണ് അദ്ദേഹം പിൻവലിച്ചത്, അത് പ്രകാരമാണ് അദ്ദേഹം ഖേദപ്രകടനം നടത്തിയെന്നാണ്. പക്ഷേ KS ഹരിഹരൻ ഫേസ്ബുക്കിൽ എഴുതിയത് എൻ്റെ സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും പറഞ്ഞു എന്നാണ്. കുറച്ചു മുമ്പ് 7 മണി മുതൽ 8 മണി വരെയുള്ള റിപ്പോർട്ടർ ന്യൂസിന്റെ ചർച്ചയിൽ ഇതേ KS ഹരിഹരൻ ഡോക്ടർ അരുൺകുമാറിനോട് പറയുന്നത് ഞാൻ ബസ്സിൽ കയറിയ സമയത്ത് കുറച്ച് സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകർ എന്നോട് പറഞ്ഞു, അപ്പോഴാണ് എനിക്ക് ബോധ്യം വന്നതെന്നാണ്. അപ്പോൾ ഒന്നുകിൽ KS ഹരിഹരൻ പറയുന്നതാണ് കളവ്, അല്ലെങ്കിൽ നിയാസ് പറയുന്നതാണ്. അതിനേക്കാൾ രസം ഇതാ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മാതൃഭൂമി ന്യൂസിന്റെ ചർച്ചയിൽ KP നൗഷാദ് അലി എന്ന് പറയുന്ന PM നിയാസിനെ പോലെ തന്നെ ഉത്തരവാദിത്തമുള്ള ആൾ പറയുന്ന കാര്യം, ആ പരിപാടിയുടെ അതിൻ്റെ ഒരു രീതി അനുസരിച്ച് ഓരോരുത്തരായിട്ട് സ്റ്റേജിൽ വന്ന് സംസാരിക്കുകയും പോവുകയുമായിരുന്നു. അവസാനമായിട്ട് സംസാരിച്ച ആളായിരുന്നു KS ഹരിഹരൻ എന്നാണ്. അപ്പം ഏറ്റവും ചുരുങ്ങിയ നിങ്ങൾ കളവ് പറയുമ്പം അതൊന്ന് തീരുമാനിച്ചിട്ട് പറയണം. ഇനി എന്തുകൊണ്ടാണ് KS ഹരിഹരന്റെ ഈ പരാമർശം ഇത്രമേൽ ഗൗരവമാവുന്നത് എന്നുള്ളത്, അത് ശൈലജ ടീച്ചറെ പറ്റി പറഞ്ഞതിനേക്കാൾ കൂടുതൽ യാതൊരു പ്രകോപനവുമില്ലാതെ ഒരു കാര്യവുമില്ലാതെ CPIM-ന്റെ വർഗീയ പ്രീണനത്തെ പറ്റി ചർച്ച ചെയ്യാൻ വിളിച്ചൊരു പൊതുയോഗത്തിൽ മഞ്ജു വാര്യർ എന്നുള്ള ഒരു നടിയെ ഒരു തരത്തിലും ഒരു കാരണവശാലും കേരളത്തിലെ ഒരാളും ഇത്തരമൊരു കോണ്ടെക്സ്റ്റിൽ പരാമർശിക്കേണ്ട ഒരു കാരണവുമില്ലാത്ത ചെറുത്തു നിൽക്കുന്ന സ്ത്രീത്വത്തിൻ്റെ അഭിനേത്രികളുടെ എന്താ പറയുക ബിംബമായിട്ടുള്ള മഞ്ജു വാര്യരെ അവരുടെ പൊളിറ്റിക്കൽ കരിയറും അവരുടെ എന്താ പറയുക തിയേറ്ററിക്കൽ കരിയറും അവരുടെ ലൈഫും എല്ലാം എടുത്തു നോക്കിയാൽ ഏത് കൊച്ചു പെൺകുട്ടിക്കും അഭിമാനമാവുന്ന ഇൻസ്പിറേഷൻ ആവുന്ന മഞ്ജു വാര്യരുടെ പോണോ വീഡിയോ കണ്ടാൽ രസമായേനെ എന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും ഭീകരമായ കാര്യം. ആ ഡയലോഗ് കേട്ട സമയത്ത് PM നിയാസ് സ്റ്റേജിൽ ഉണ്ടെങ്കിൽ അദ്ദേഹം അടക്കം പൊട്ടിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ പരനാറി എന്ന് വിളിച്ചു എന്ന് പറഞ്ഞതോ MM മണി പണ്ട് സഭയിൽ പറഞ്ഞ പരാമർശം MP രാജേഷ് സ്പീക്കറായിരിക്കുമ്പം തിരുത്തിയിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല. ഇതാണ് പ്രശ്നം. അതായത് നിങ്ങൾ പൊതുയോഗം നടത്തിയതിനാണ് ഞങ്ങൾ വടകരയിൽ എന്ത് ചെയ്തിട്ടില്ല എന്ന് പറയാനാണ്. ഞങ്ങൾ അശ്ലീല പരാമർശങ്ങൾ നടത്തിയിട്ടില്ല, ഞങ്ങൾ വർഗീയ പ്രചരണങ്ങൾ നടത്തിയിട്ടില്ല എന്ന് പറയാനാണ്. പക്ഷെ പൊതുയോഗം കഴിഞ്ഞപ്പോൾ കേരളത്തിന് ബോധ്യമായത് നിങ്ങൾ എന്താണ് ഇതുവരെ UDF എന്താണ് ഇതുവരെ വടകരയിൽ നടത്തിക്കൊണ്ടിരുന്ന അശ്ലീല പ്രവർത്തനങ്ങൾ എന്നാണ്. നിങ്ങൾ എന്ത് വർഗീയ പ്രചരണമാണ് നടത്തിയത് എന്നാണ്. ഞാൻ PM നിയാസിനോട് ഒരൊറ്റ ചോദ്യം സ്പെസിഫിക് ആയിട്ട് ചോദിച്ചോട്ടെ. അതേ മീറ്റിങ്ങിൽ വെച്ചിട്ട്, അതായത് മഞ്ജു വാര്യരെ പറ്റിയിട്ടും ശൈലജ ടീച്ചറെ പറ്റിയും പറഞ്ഞതിനേക്കാൾ വൃത്തികെട്ട രീതിയിൽ, സാധാരണ നമ്മൾ തൂറാമുട്ട എന്നാണ് പറയാ, അതിനോട് യോജിക്കുന്ന രീതിയിൽ നിസ്കരിക്കാൻ മുട്ടിയിട്ട് മുക്കം ഫൈസി സ്റ്റേജിൽ നിസ്കരിച്ചു എന്ന് പരിഹസിക്കുന്നുണ്ട് ഇതേ വിപ്ലവ സിംഗം KS ഹരിഹരൻ. അതിനോട് PM നിയാസിന്റെ അഭിപ്രായം എന്താണ്? അത് തിരുത്തണമെന്ന്, അതിന് മാപ്പ് പറയണമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുവോ? അതായത് വടകര കോൺസ്റ്റിറ്റ്യുവൻസി സന്ദർശിച്ചിട്ടുള്ള പത്രപ്രവർത്തകരും എല്ലാവരും മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുന്നതേ ഉള്ളൂ. അതിന് പിന്നാലെ ഒരുപക്ഷെ ഷാഫി പറമ്പിൽ അത് തള്ളി പറയുമായിരിക്കും. ഈ ഘട്ടത്തിൽ അത് വലിയ മാധ്യമ ശ്രദ്ധ വന്നിട്ടില്ല, അതുകൊണ്ടായിരിക്കണം തള്ളി പറയാം. പ്രസംഗം കേൾക്കാവുന്നേ ഉള്ളൂ. ഞാൻ പറയട്ടെ അതായത് റിപ്പോർട്ടർ TV ആണ് കേസ് കൊടുത്തിട്ടുള്ളത്. റിപ്പോർട്ടർ TVയുടെ വീഡിയോ എഡിറ്റ് ചെയ്തു UDF-കാരെന്ന് പറഞ്ഞിട്ട്. മാതൃഭൂമി ഓൺലൈനാണ് കേസ് കൊടുത്തിട്ടുള്ളത്, ഞങ്ങളുടെ വീഡിയോ എഡിറ്റ് ചെയ്ത് ഞങ്ങളുടെ കാർഡ് വ്യാജമായി ഉണ്ടാക്കിയെന്ന്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ട്രസ്റ്റ് ആണ്, മർക്കസ് ആണ് പരാതി കൊടുത്തിട്ടുള്ളത്. ഈ 3 സാധനങ്ങളൊന്നും CPM-കാരുടേതല്ല. അപ്പൊ എന്താണ് UDF RMBയുടെ വൃത്തികെട്ട ബുദ്ധിയിൽ നടക്കുന്ന UDF വടകരയിൽ ചെയ്തതെന്നും എന്തിൻ്റെ അഡ്വാൻറ്റേജ് ആണ് ഷാഫി പറമ്പിൽ, അതായത് ഇതുവരെയും വളരെ വളരെ സെക്യുലർ ആയിട്ടുള്ള നിലപാട് തന്നെ സ്വീകരിച്ചിട്ടില്ല, ഈ ഇലക്ഷൻ വരെ നമുക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഷാഫി പറമ്പിൽ എങ്ങനെയാണ് വടകരയിൽ ജയിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതിൻ്റെ പച്ചയായ വെളിവാക്കലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇത് വിഷയമായതിനു ശേഷം, വിവാദമായതിനു ശേഷം ഒരു നിലയ്ക്കും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തപ്പോൾ നിങ്ങൾ പറയുന്ന വാക്കുകളാണ്. അത് കേരളം കൃത്യമായിട്ട് തിരിച്ചറിയും. അതിന് നിങ്ങൾ
1957 CH കണാരൻ മത്സരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, 57 മുമ്പിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള പോലുള്ള പരാമർശങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിങ്ങൾ ദയവായിട്ട് തിരിച്ചറിയണം. ഉമേഷ് ബാബു എന്ന് പറഞ്ഞ ഇവരുടെ തന്നെ ഒരു ബുദ്ധിജീവി പല തവണ ചാനലിൽ വന്ന് പറയുന്നത് പറയാനുണ്ടെന്നാണ്. ഞാൻ വരാം പ്രേംകുമാർ. നിയാസ്, അവിടെ ഇപ്പോൾ ഹരിഹരൻ പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്: മഞ്ജു വാര്യരുടെ പോൺ വീഡിയോ ആയിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നുവെന്ന്. ആ പറയുന്ന നമുക്ക് എന്ന പ്രയോഗത്തിൽ താങ്കൾ ആ വേദിയിൽ ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു, ഉൾപ്പെടെ ചേർത്താണ് ആ നമുക്ക്, ആ നമ്മളിൽ താങ്കളുമുണ്ട്, അല്ലെങ്കിൽ താങ്കൾ ആ നിമിഷം അതിനെ എതിർക്കണമായിരുന്നു. അതാണ് ഇവിടെ പ്രശ്നം. നിയാസ്, ഇപ്പോൾ നിങ്ങൾ അതിനെ തള്ളി പറഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ, സ്വാഗതാർഹമാണ്. പക്ഷേ അതിനോട് ചേർത്ത് വെക്കുന്ന ബാക്കി വിശദീകരണങ്ങളാണ് നമുക്ക് ദഹിക്കാത്തത്. PM നിയാസ്, നോക്കൂ അഷിത എത്ര തവണ ഇരുന്ന് പറഞ്ഞാലും വസ്തുതകളല്ലാതാവുന്നില്ല. അവിടെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. VD സതീശൻ പറഞ്ഞത് VD സതീശൻ്റെ അഭിപ്രായമാണ്. അതേപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ PMA സലാം സംസാരിച്ചു, T സിദ്ദീഖ് സംസാരിച്ചു. അവരൊക്കെ അവരുടെ പറയുന്നു. പക്ഷെ കോൺഗ്രസിനുള്ളിലും UDF-നുള്ളിലും നമ്മൾ സാധാരണ എങ്ങനെയാണ് കാണാറുള്ളത്? ഒരു വാർത്താ സമ്മേളനത്തിൽ പോലും ഒരു നേതാവ് പറഞ്ഞ കാര്യത്തിന് വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിൽ മൈക്ക് പിടിച്ചു വലിച്ച് അതിനെ തിരുത്തുന്ന ആളുകളുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളത് ഓർക്കണം. അവിടെയാണ് ഒരു പൊതുവേദിയിൽ ഇത്ര ഗുരുതരമായ ഒരു പരാമർശം നടത്തിയിട്ട് ആ ഘട്ടത്തിൽ ഒരാളും അതിനെതിരെ സംസാരിക്കുന്നില്ല. അതിനുശേഷം ഒരു ഡസൻ കണക്കിന് നേതാക്കൾ പ്രസംഗിക്കുന്നു, അവർക്കാർക്കും അതിൽ പ്രശ്നവുമില്ല. അവിടെയാണ് പ്രശ്നം. അതിന്റെ ഗൗരവത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഞ്ജു വാര്യർ ഇതിൽ എന്തു പിഴച്ചു? ശൈലജ ടീച്ചറോട് നിങ്ങൾക്ക് രാഷ്ട്രീയ വൈര്യമുണ്ട് എന്നെങ്കിലും ഒരു പരിധി വരെ, ന്യായീകരണമല്ല എങ്കിലും കരുതാം. നോക്കൂ, ഞാനിത് പറഞ്ഞല്ലോ, ഇത് വളരെ തെറ്റായ പരാമർശമാണ്. ഓരോരുത്തരായി വന്ന് പ്രസംഗിച്ച് താഴേക്ക് പോകുന്ന സാഹചര്യമാണ്. അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിന് ഞങ്ങൾ കൃത്യമായി അദ്ദേഹത്തെ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞത് സ്വാഭാവികമായ സുഹൃത്ത് ഗണത്തിൽപ്പെടുന്നതാണ് അതൊക്കെ. പിന്നെ ഞാനൊരു കാര്യം അസിത പറയും, ഞാൻ പറഞ്ഞ കാര്യത്തിന് ഒന്നും നിങ്ങൾ പറഞ്ഞില്ല. ഇത് തെറ്റാണെന്ന് ഞങ്ങൾ 100 വട്ടം ആണയിട്ട് പറയുന്നു. ഞാൻ പറഞ്ഞ 5 കാര്യങ്ങൾ എന്തേ പ്രേംകുമാറിന് അത് രുചിക്കാത്തത്? അത് കേട്ടപ്പോൾ അങ്ങ് മുടിച്ചു പോകുന്നത് ഈ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഷാനിമോൾ രാഷ്ട്രീയ പ്രവർത്തകയല്ലേ, അവർക്ക് എന്താ മാനമില്ലേ? അതേപോലെ തന്നെ കേരളത്തിലെ ലതിക സുഭാഷ് നിങ്ങളെ കൂടെ ജീവിക്കുകയാണല്ലോ മുന്നണിയിലുള്ളത്, അവർക്ക് മാനവും അവർക്ക് ഒന്നുമില്ലേ? അതുപോലെ തന്നെ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിച്ച രമ്യ ഹരിദാസിനെ കുറിച്ച് ബ്ലാച്ചമായി പറഞ്ഞ് LDF-ന്റെ കൺവീനർ പറഞ്ഞപ്പോൾ മിണ്ടിയില്ലല്ലോ. സോണിയാഗാന്ധിക്കെതിരായി മോശപ്പെട്ട പരാമർശം വരുന്ന രീതിയിൽ സംസാരിച്ച അൻവറിനെ അനുകൂലിക്കുന്ന നിലപാട് കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്തപ്പോൾ സുജാത എവിടെയായിരുന്നു? അതുപോലെ തന്നെ പ്രേംകുമാറിന്റെ ആവേശം എവിടെയാ പോയത്? പ്രേംകുമാർ ഇപ്പൊ അട്ടഹസിച്ചിട്ട് കാര്യമില്ല. വനിതകൾക്ക് പറയുന്നത് എല്ലാം തെറ്റാണ്. ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങളെ പാർട്ടിയും അതുമായി ബന്ധപ്പെട്ട എല്ലാവരും അത് തള്ളിപ്പറഞ്ഞത്. ഇന്നും ഞങ്ങൾ തള്ളിപ്പറയുന്നു, നാളെയും ഞങ്ങൾ തള്ളിപ്പറയും. ഇന്ന് ഈ നിമിഷമെങ്കിലും സുജാത ടീച്ചർക്ക് ഈ പറഞ്ഞ 5 കാര്യങ്ങളും ചെയ്ത ആ നേതാക്കന്മാരുടെ ആ സ്ത്രീവിരുദ്ധ പ്രസ്താവന തെറ്റാണെന്ന് പറയാനുള്ള ആർജവും കണക്കിന് കണക്കുകൾ PM നിയാസ് പിന്നീടും ആവർത്തിക്കുന്നുണ്ട്. അത് വെച്ച് മറ്റേതിനെ താരതമ്യം ചെയ്യുകയാണ്. അതിന്റെ പ്രേംകുമാർ പറഞ്ഞതുപോലെ അതിന്റെ യുക്തി തന്നെ നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇതൊരു രാഷ്ട്രീയ പ്രത്യാരോപണമൊന്നും ആയിരുന്നില്ല. ഒന്ന്. രണ്ടാമത്തേത്, മാപ്പ് പറഞ്ഞു, അതോടുകൂടി ആ പ്രശ്നം അവസാനിച്ചുവെന്ന് നിയാസ് പറയുന്നു. പക്ഷെ എന്നെ അതേ പ്രസ്താവന അത്ഭുതപ്പെടുത്തുന്നത് KK രമ പറയുമ്പോഴാണ്. മാപ്പ് പറയുന്നതോടുകൂടി അത് ഇല്ലാതാകുകയാണോ ശ്രീമതി CS സുജാത? ബാക്കിയൊക്കെ രാഷ്ട്രീയമാണ് എന്നാണ് KK രമ പറയുന്നത്. ഒരിക്കലുമല്ല. നിയാസ് ഇപ്പോൾ വളരെ ആവേശത്തോടെ കുറേ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. നിയാസ് ചോദിക്കുന്നു ശ്രീമതി CS സുജാതയ്ക്ക് ഈ കാര്യത്തിലൊക്കെയുള്ള അഭിപ്രായം എന്താണ്? നിയാസ്, ആ കാര്യത്തിൽ അങ്ങേക്ക് ഒരു സംശയവും വേണ്ട. സ്ത്രീകൾക്കെതിരായിട്ടുള്ള മോശമായിട്ടുള്ള പരാമർശം ആരുടെ ഭാഗത്തുനിന്ന് വന്നാലും അതിനോട് ഒരു തരത്തിലും ഞാനോ എൻ്റെ പാർട്ടിയോ യോജിക്കുന്നതല്ല. ആ കാര്യത്തിൽ എനിക്ക് കൃത്യമായിട്ടുള്ള നിലപാടും ആ കാര്യത്തിലുണ്ട്. പക്ഷേ അങ്ങയുടെ പാർട്ടിയുടെ വനിതാ നേതാക്കന്മാർ പോലും ഇപ്പോൾ ഈ രൂപത്തിലുള്ള പരാമർശം വന്നു കഴിഞ്ഞപ്പോൾ ശ്രീ ഹരിഹരൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള പരാമർശം വരികയും സമ്പന്നമായ UDF-ൻ്റെ വേദി അതിനോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരുടെ ഒരു പ്രതികരണവും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അതായത് നിങ്ങൾക്കങ്ങനെ പ്രതികരിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളെല്ലാം നടത്തുന്നത്. ഇവിടെ ആ വേദിയിലെ കയ്യടി TV-യിൽ
കാണുമ്പോൾ നമുക്ക് അത് വല്ലാത്ത സങ്കടവും പ്രയാസവും എല്ലാം തോന്നുകയാണ്. എന്ത് പറ്റുന്നു, കേരളത്തിന് എന്താണ് സംഭവിക്കുന്നത്, അല്ലെ കേരളത്തിൻ്റെ UDF എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്നതിലൂടെ എല്ലാം തന്നെ ബോധ്യപ്പെടും. എനിക്ക് ശ്രീ VD സതീശനോട് അങ്ങേയറ്റത്തെ സഹതാപം തോന്നുന്നു. കാരണം അദ്ദേഹം ക്യാബിനറ്റ് റാങ്കുള്ള ഒരാളല്ലേ, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവല്ലേ. അദ്ദേഹം ശ്രീ ഹരിഹരൻ ഇങ്ങനെ പറയുമ്പോൾ, ശ്രീ മഞ്ജു വാര്യരെയും ടീച്ചറെയും ചേർത്ത് ഈ രൂപത്തിൽ പറയുമ്പോൾ അന്നേരം എണീറ്റ് പ്രതികരിക്കണ്ടേ? പക്ഷേ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ കഴിയില്ല. കാരണം ഈ തൃക്കാക്കര ഇലക്ഷൻ അവിടെ സ്ഥാനാർത്ഥിയെ ആക്ഷേപിക്കുന്ന ഒരു വീഡിയോ വന്നപ്പോൾ എന്തായിരുന്നു മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം, ഇങ്ങനെ ഒരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ അത് പ്രതികരിക്കത്തില്ലേ, അത് പ്രചരിപ്പിക്കത്തില്ലേ എന്നല്ലേ ചോദിച്ചേ? അങ്ങനെയല്ലേ ചോദിച്ചേ? യഥാർത്ഥത്തിൽ ഇവിടെ ശ്രീ പ്രേംകുമാർ തന്നെ സൂചിപ്പിച്ചു, വ്യാജ വീഡിയോയും വ്യാജ ചിത്രങ്ങളും അവരുണ്ടാക്കിയതിനെ സംബന്ധിച്ച്. അതിലെ മാതൃഭൂമിയുടെ നിലപാട് പറഞ്ഞു, ശ്രീ റിപ്പോർട്ടർ ചാനലിൻ്റെ നിലപാട് പറഞ്ഞു, ശ്രീ കാന്തപുരം മർക്കസ് അവർ മർക്കസിൻ്റെ നിലപാട് ഇവിടെ സൂചിപ്പിച്ചു. കാരണം ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ ശൈല ടീച്ചർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇതെല്ലാം അവർ പങ്കെടുത്തുള്ള ചർച്ചകളിൽ നിന്ന് അടർത്തിയെടുത്ത് ഇതുപോലെയുള്ള ചിത്രങ്ങളും വീഡിയോയും ഒക്കെ ഉണ്ടാക്കി ആളുകളുടെ ഇടയിൽ പ്രചരണം നടത്തി തെരഞ്ഞെടുപ്പിന് നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ചെയ്തത്. കാരണം അതെല്ലാം ആ വടകരയിലെ പ്രബുദ്ധരായ ജനങ്ങൾ തിരിച്ചറിയുകയും തെരഞ്ഞെടുപ്പിൽ അവർ വിധി എഴുതുകയും ചെയ്ത് ജൂൺ മാസം 4-ാം തീയതി നമുക്ക് കാണാം. കാരണം ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെല്ലാം ടീച്ചറെ ആക്ഷേപിച്ചിട്ടാണ് ഇന്നലെ മീറ്റിംഗ് വിളിച്ചുകൂട്ടി ഞങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്തില്ല എന്ന് ആണല്ലോ വരുത്തി തീർക്കാൻ ശ്രമിച്ചത്. അവിടെയാണല്ലോ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിലിരിപ്പ് പുറത്തു വന്നത്. എന്താണോ ഇവർ ചെയ്തു കൂട്ടിയത് അതെല്ലാം ശ്രീ ഹരിഹരനിലൂടെ പുറത്തു വന്നപ്പോൾ അതിനെ ആഘോഷിച്ച UDFൻ്റെ നേതൃത്വം, അവിടെ ശ്രീ ഷാഫി പറമ്പിൽ എന്ന സ്ഥാനാർത്ഥി എണീറ്റ് പറയണ്ടേ? ഘോരം ഓരോ വിഷയത്തിൽ സംസാരിക്കുന്ന ശ്രീമതി KK രമ ഇല്ലേ? നേരത്തെ ടീച്ചറെ ആക്ഷേപിച്ചപ്പോൾ ശ്രീമതി ഉമാ തോമസിനെ ശ്രീമതി KK രമയെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ നേരിടാൻ UDF ശ്രമിച്ചിരുന്നല്ലോ. അങ്ങനെയുള്ള ശ്രീമതി KK രമ ആ വേദിയിലിരിക്കുമ്പോൾ അവരപ്പം എണീക്കണ്ടേ? അവരങ്ങനെ എണീക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരെണീറ്റ് പറയണമായിരുന്നു, നിങ്ങളവിടെ നിർത്തൂ, നിങ്ങൾ ഈ പറഞ്ഞത് തെറ്റാണ്, ഇതിനോടൊരു തരത്തിലും യോജിക്കാൻ കഴിയില്ല എന്ന് പറയണ്ടേ? പുറത്ത് വലിയ പ്രതിഷേധമെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ തള്ളി പറഞ്ഞല്ലോ. പിന്നെ ഇനി എന്തിനാണ് ഒരു ചർച്ചയെന്നാണ് അവർ ചോദിച്ചത്. അതാണ് എനിക്ക് ഈ പൊതുസമൂഹത്തോട് നമുക്ക് വളരെ വിനയത്തോടെ പറയാനുള്ളത്. ഇതിനെയെല്ലാം വളരെ ഗൗരവത്തോടെ തന്നെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. കാരണം കേരളത്തിലെ സ്ത്രീകൾ ഓരോ രംഗത്തും കഴിവ് തെളിയിച്ച് എത്രയോ സ്ത്രീകളാണ് മുന്നോട്ട് വരുന്നത്. അവരങ്ങനെ ശക്തമായി മുന്നോട്ട് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പുരുഷാധിപത്യ സമൂഹത്തിൽ ഈ എല്ലാ തരത്തിലുള്ള വെല്ലുവിളികളെയും ആക്ഷേപങ്ങളെയും എല്ലാം നേരിട്ടുകൊണ്ട് സ്ത്രീകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്താണ് ഈ രൂപത്തിൽ മ്ലേച്ഛമായിട്ടുള്ള പ്രതികരണങ്ങൾ ഇത്തരം ആളുകളുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അതിനോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല. കാരണം അത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, പൊതുസമൂഹം അവരുടെ നിലപാട് ഈ കാര്യത്തിൽ കൃത്യമായി വ്യക്തമാക്കിയുള്ളൂ. സ്ത്രീകളെ അടുക്കളയുടെ ചുവരുകൾക്കുള്ളിലേക്ക് തളച്ചിടാൻ വെമ്പൽ കൊള്ളുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ വളരെ അഭിമാനത്തോടെ വളരെ തൻ്റെ ഇടത്തോടെ ഇവിടെ പ്രേംകുമാർ സൂചിപ്പിച്ച പോലെ ശ്രീ മഞ്ജു വാര്യർ ടീച്ചർ, ശൈല ടീച്ചർ അവരുടെ കഴിവ് കേരളത്തിൻ്റെ മുമ്പിൽ അവർ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. കാരണം ഞാൻ പറഞ്ഞു, അത് ഈ കോവിഡ് വന്നപ്പോഴും നിപ്പ വന്നപ്പോഴും ഒക്കെ ഇവർ ആക്ഷേപിച്ചു. പക്ഷേ അവരെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ടീച്ചർ അമ്മയെന്ന് തന്നെ ഒരു പെൺകുട്ടി ആദ്യം വിളിച്ചത്? അവൾ നിപ്പ രോഗബാധിതയായി അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അവരെ കാണാൻ അവളെ ആശ്വസിപ്പിക്കാൻ ചെന്ന ശൈല ടീച്ചർ ആ കുട്ടിയെ ചേർത്ത് വിളിച്ചപ്പോഴാണ് അവൾ പറഞ്ഞത് അവർ എൻ്റെ അമ്മയാണെന്ന്. കാരണം അങ്ങനെ വളരെ അമ്മയായും സഹോദരിയായും അല്ലെങ്കിൽ സുഹൃത്തായും ഒക്കെ കേരളത്തിലെ സ്ത്രീകൾ അവരെ കാണുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ സ്ത്രീകൾ മഞ്ജു വാര്യരെ ഏറെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ രൂപത്തിലുള്ള പ്രതികരണം വന്നപ്പോൾ കേരളത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഇത് ഒരു തരത്തിലും ശരിയായില്ല, ഇതിനോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോഴാണ് ഇവർ ഒരു ചെറിയ രൂപത്തിൽ ഞങ്ങളിതിനെ തള്ളിപ്പറയുന്നു എന്ന് പറയാൻ തയ്യാറായിട്ടുള്ളത്. ആ തള്ളിപ്പറയലോടുകൂടി ഇത് തീരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. ഇത് വളരെ ശക്തമായി തന്നെ ഇത്തരത്തിലുള്ള ചിന്താഗതികൾ അത് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയണം. ഇത്തരം ആളുകളെ നമുക്ക് ഈ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താൻ കഴിയണം.
അവരെ തള്ളിപ്പറയാൻ കഴിയണം. കാരണം അതൊന്നും ഒരു തരത്തിലും വെച്ചു പൊറപ്പിക്കാൻ പാടില്ല എന്നുള്ള ശക്തമായിട്ടുള്ള അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഇത് നമ്മളൊരു ചർച്ച ഇത്തരം ഒരു വിഷയം വരുമ്പോൾ ഒരു ചർച്ച നടത്തും, കുറച്ച് പ്രതികരണങ്ങൾ നടത്തും. അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കേണ്ടതല്ല. ഇത് ഈ പറയുന്ന ആണധികാരത്തിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള മുഖമാണ് നമുക്ക് കഴിഞ്ഞ ദിവസം അവിടെ കാണാൻ സാധിച്ചത്. ഇത് പ്രബുദ്ധ കേരളം ഒരു തരത്തിലും ഇതിനോട് യോജിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ ശക്തമായിട്ടുള്ള അഭിപ്രായം. ശരി. ഡോക്ടർ പ്രേംകുമാർ, ശൈലജ ടീച്ചറുടെ ഗ്രാനി 6 വീഡിയോ അന്വേഷിച്ച് നടന്ന പ്രൊഫൈലുകളൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ കണ്ടതാണ്. അന്ന് വാർത്താ സമ്മേളനം നടത്തി കെ രമയും ഉമാ തോമസും പറഞ്ഞത് പാർട്ടിക്കോ നേതൃത്വത്തിനോ ഇതുമായി ഒരു ബന്ധമില്ല, പാർട്ടിയിലെ അംഗങ്ങൾക്ക് ആർക്കും ബന്ധമില്ല എന്ന. പക്ഷേ ആ കേസുമായി ബന്ധപ്പെട്ട് കേസ് എടുത്തിട്ടുള്ളതും അറസ്റ്റിലായതും കസ്റ്റഡിയിൽ എല്ലാം ഏത് തരത്തിൽ ആ കേസുമായി ബന്ധപ്പെടുത്തി 1 ഡസനിലധികം കോൺഗ്രസുമായി ബന്ധമുള്ള UDF-ഉമായി ബന്ധമുള്ള ആളുകൾക്കെതിരെ FIR ഒക്കെ ഇട്ടിട്ടുണ്ട്, നമുക്കറിയാവുന്നതുമാണ്. അന്ന് ഒരു പരിധിവരെ അവരെ ചേർത്ത് നിർത്താൻ കെ രമ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ നോക്കൂ, അവർ പറയുന്നു, കെ രമ എന്ന MLA പറയുന്നു, കെ രമ എന്ന വനിത പറയുന്നു, തള്ളി പറയുന്നുണ്ട്, ശരിയാണ്, അവർ അതിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ മാപ്പ് പറഞ്ഞതോടുകൂടി ആ പ്രശ്നം അവസാനിച്ചു എന്ന് കെ രമ വളരെ ലാഘവത്തോടു കൂടി പറയുകയാണ്. എത്രമാത്രം സൈബർ ബുള്ളിങ് നേരിട്ടൊരു സ്ത്രീയാണ് അവർ. ഇതിന്റെ ഒരു ഗൗരവതരമായ വശം, ഈ സ്ത്രീകൾക്ക് ഇതുണ്ടാക്കുന്ന ട്രോമ, ഇതൊക്കെ അറിയാത്ത ഒരാളായിരിക്കുമോ കെ രമ? UDF പാളയത്തിലേക്കും UDF ക്യാമ്പിലേക്കും വരുമ്പോൾ എങ്ങനെയാണ് ഇത് ഇത്ര ലഘുവായ ഒരു വിഷയമായി മാറുന്നത്? ഡോക്ടർ പ്രേംകുമാർ. അല്ല, അതിനെ ഞാൻ വളരെ പൊളിറ്റിക്കലായിട്ട് തന്നെ കാണുന്നു. കാരണം സഖാവ് കെ രമ കേരളത്തിലെ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉള്ള ആളാണ്. CS സുജാത അടക്കം CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം അവരോട് ഇപ്പോൾ പെരുമാറുന്ന സീനുകൾ നമ്മൾ കാണുന്നതാണ്. എല്ലാവരുടെയും സ്നേഹവും ബഹുമാനവും. കാരണം ഇത്തരം ഇഷ്യൂസിലൊക്കെ കൃത്യമായ പൊളിറ്റിക്കലി കറക്റ്റായ നിലപാട് പല ബുദ്ധിമുട്ടുകളുടെയും സ്വീകരിക്കുന്ന ഒരാളാണ് സഖാവ് കെ രമ. പക്ഷേ UDF-ന്റെ ഗ്യാങ്ങിൽ പെട്ടിട്ട് എസ്പെഷ്യലി ഈ വടകരയിലെ ഈ ഇലക്ഷനൊക്കെ എത്തുന്ന സമയമാകുമ്പോഴേക്ക് എന്ത് പൊളിറ്റിക്സ് ആണോ റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത് എന്ന് അവർ വിശ്വസിക്കുന്നത്, അതിന് നേരെ ഓപ്പോസിറ്റായ കാര്യങ്ങളാണ് അവർ പറയേണ്ടി വരുന്നത്. അങ്ങനെ തീർത്തും രാഷ്ട്രീയ വിരുദ്ധമായ അവർ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന് നേർവിപരീതമായ. കാരണം ഇപ്പം അഭിനേത്രികളെ എന്താ പറയുക, മോശം സ്ത്രീകളായി കാണുന്ന വളരെ പഴഞ്ചൻ ഫ്യൂഡൽ സങ്കല്പത്തിനെ പറ്റിയിട്ട് കൃത്യമായ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് ഉണ്ട്. എന്തുകൊണ്ടാണ് സമൂഹത്തിൽ നമ്മൾ സാധാരണ പറയുന്ന പിഴച്ചവളും പ്രോസ്റ്റിറ്റ്യൂട്ട്സും ഒക്കെ ഉണ്ടാവുന്നത്, അതിൻ്റെ ഭൗതികമായ കാരണങ്ങൾ എന്താണ് എന്നുള്ളത്. മഞ്ജു വാര്യരുടെ പോൺ വീഡിയോ ആണെങ്കിൽ ആസ്വദിക്കാമായിരുന്നു എന്ന് പറയുന്ന ഒരാളെ നയിക്കുന്ന രാഷ്ട്രീയം എന്നുള്ളത്, പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്നുള്ളത്, പിഴച്ചവൾ എന്നുള്ളത് അവരുടെ കുഴപ്പം കൊണ്ടാണ് എന്നും അഭിനേത്രികളും കലാകാരികളും ഇങ്ങനെയാണെന്നുമുള്ള മലയാളത്തിലുള്ള പല വാക്കുകളും, കൂത്തമ്പലം എന്നുള്ള അതൊക്കെ പറയാൻ ഇപ്പോഴത്തെ കോൺടെക്സ്റ്റ് പറയാൻ പറ്റില്ല. കൂത്ത് നടക്കുന്ന അമ്പലത്തിന് കൂത്തമ്പലം എന്നാണ് പറയാ. കൂത്ത് നടത്തുന്ന അച്ചിക്ക് സ്ത്രീയെ വിളിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ ചീത്ത വാക്കാണ്. ഈ ബോധ്യം ഉള്ളിൽ പേറുന്ന ആളാണ് RMPIയുടെ ദേശീയ നേതാവാണ്. കെ രമയേക്കാളും മുകളിലുള്ള ആളാണ്. അതുകൊണ്ടാണ് അവർ ഇന്ന് പറഞ്ഞതിൻ്റെ അകത്ത് അവരുടെ രാഷ്ട്രീയത്തിന് ഏറ്റവും വിരുദ്ധമായ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുന്നത്. കാരണം KS ഹരിഹരൻ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പെർവേർട്ട് ഒരു പ്രകോപനവുമില്ലാതെ മഞ്ജു വാര്യരുടെയും ശൈലജ ടീച്ചറെയും അപഹസിക്കുന്നു, അധിക്ഷേപിക്കുന്നു. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അയാൾ എൻ്റെ സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും പറഞ്ഞു, ഇതാ ഖേദം വേണമെങ്കിൽ എടുത്തോളൂ എന്നുള്ള രീതിയിൽ ഫേസ്ബുക്കിൽ എഴുതുന്നു. ഉടനെ കെ രമ പിറ്റേഴ്സൺ രാവിലെ വന്നിട്ട് പറയാണ്, ഇനി വിവാദത്തിന് പ്രസക്തിയില്ല. ഇത് പറയാൻ കെ രമയ്ക്ക് ആരാണ്, എന്ത് അധികാരമാണ് കൊടുത്തത്? ഇവരെന്താ കടത്തനാട്ട് മഹാറാണിയോ? കേരളം കടത്തനാട് രാജ്യമോ? പരാതിയുണ്ടോ, വിവാദം തീർന്നോ ഇല്ലയോ എന്ന് പറയേണ്ടത് കെ ശൈലജ ടീച്ചറും മഞ്ജു വാര്യരും അവരോടൊപ്പം നിൽക്കുന്നവരുമല്ലേ? ഇത് പ്രഖ്യാപിക്കാൻ എന്ത് അധികാരമാണ് ഇവർക്കുള്ളത്? അങ്ങനെ പറയുന്നെങ്കിൽ അതിനർത്ഥം താൻ റെപ്രസെന്റ് ചെയ്യുന്ന പൊളിറ്റിക്സ് എന്താണെന്നുള്ളത് ഇവർ കംപ്ലീറ്റ് മറന്നുപോയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണോ എന്താണോ പ്രതിനിധാനം ചെയ്യുന്നത് അത് കംപ്ലീറ്റ് മറന്നുപോയിരിക്കുക. അതാണ് ഞാൻ മറ്റൊരു ഉദാഹരണം പറഞ്ഞത്. ഇവരുടെ വലിയ താത്വിക സൈദ്ധാന്തിക ആചാര്യനാണ് KC ഉമേഷ് ബാബു. അയാൾ പല തവണ മറ്റ് ചാനലുകളിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ശൈലജ എന്നാ പറയാ, ശൈലജയെ പറ്റിയുള്ള വേറെയും കഥകൾ എനിക്കറിയാം, എന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്നാ പറയാറ് അയാള്. കെ രമയും KS ഹരിഹരനും ഈ നിയാസും VD സതീശനും ഒക്കെ അത് കേട്ട് ആസ്വദിക്കാറാണ്. ശൈലജ ടീച്ചർ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്താണ്? എനിക്കെതിരെ വ്യാജ വീഡിയോ എന്നാണ് പറഞ്ഞത്, ഫേക്ക് വീഡിയോ എന്നാണ്. ഇവർ കേട്ടത് എന്താണെന്നറിയോ? പോൺ വീഡിയോ എന്നാണ്.
വ്യാജം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരന് പോണെന്നാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ട കോൺഗ്രസ്സുകാർക്ക് പരാതി ഉണ്ടായിരുന്നില്ല. നമ്മുടെ പത്മജ വേണുഗോപാൽ കോൺഗ്രസിന്റെ നേതാവായിരുന്നപ്പോൾ BJP-കാരിയായ പത്മജ വേണുഗോപാൽ രാജ്മോഹൻ ഉണ്ണിത്താനെ പറ്റി എന്തോ പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. തിരിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ മറുപടി എന്തായിരുന്നു അറിയോ? നിങ്ങൾ ഒരു പ്രത്യേക അവസ്ഥയിൽ ഡൽഹിയിൽ ആശുപത്രിയിൽ കിടന്നപ്പം ഞാനും AK ആന്റണിയും കൂടിയാണ് വന്നത്. ആ കഥ ഞാൻ പറയും, പറഞ്ഞാൽ നിങ്ങൾക്ക് റോട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല എന്നായിരുന്നു. അന്ന് തന്നെ പത്മജ വേണുഗോപാൽ പറഞ്ഞു, ഉണ്ണിത്താൻ എനിക്ക് സഹോദരനെ പോലെയാണ്, ഞാൻ അദ്ദേഹത്തിനോട് തർക്കത്തിനില്ല എന്ന്. ഇതാണ്, ഇത്തരത്തിലാണ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത്. അത് കേട്ട് ശീലിച്ചു പോയതാണ്. ഇനി PM നിയാസ് വ്യക്തിപരമായി പറഞ്ഞതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ഉദാഹരിച്ച സകല ഘട്ടങ്ങളിലും ഇങ്ങനെ പറഞ്ഞിട്ടുള്ള പരാമർശങ്ങൾ, അത് VS വിജയരാഘവനായിരുന്നാലും സഖാവ് MM മണിയായിരുന്നാലും ശരിയല്ല എന്ന് തെളിച്ചു പറയുകയും എഴുതുകയും ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ഈ തൊട്ടടുത്ത് CPM പ്രതിരോധത്തിനായ 3 സന്ദർഭങ്ങളിലും ആര്യ രാജേന്ദ്രന്റെ വിഷയത്തിലും EP-യുടെ വിഷയത്തിലും സിദ്ധാർത്ഥിന്റെ വയനാട്ടിലെ വിഷയത്തിലും ഞാൻ എന്താണ് പറഞ്ഞത് എഴുതിയെന്നുള്ളത് എന്നെ അടുത്തറിയുന്ന ആളുകളോട് നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കാവുന്നേ ഉള്ളൂ. നിങ്ങളെ വാട്സാപ്പിൽ കിട്ടുന്ന കാര്യങ്ങൾ വന്നങ്ങോട്ട് എന്താ പറയുക അലറി വിളിക്കുന്നതിന് മുമ്പ് ഒന്ന് കൺഫേം ചെയ്യണം. അതല്ല പ്രശ്നം, പറയുന്നവരുടെ യോഗ്യതയല്ല. നിങ്ങൾ ഈ മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സ് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. RMB അതിന്റെ വളരെ ബേസിക് ആയ പൊളിറ്റിക്സ് കംപ്ലീറ്റ് മറന്നുപോയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു വൃത്തികെട്ട സഖ്യത്തിന്റെ മുകളിൽ നിൽക്കുന്നത്. വടകരയിൽ ഇത്രയും മ്ലേച്ഛമായ രീതിയിൽ, ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള ക്യാമ്പയിൻ നടത്തിയപ്പം പലരും പറഞ്ഞിരുന്നത് യൂത്ത് ലീഗിന്റെ ആളുകളൊക്കെ ആയിരുന്നു. പക്ഷേ മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി ആരാണെന്ന് വെളിവാക്കുന്നതാണ് ഇന്നലെ നടന്നിട്ടുള്ള പ്രസംഗം. ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് സത്യസന്ധമായ നിലപാടില്ല ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, മുക്കം ഫൈസിയെ പറ്റി KS ഹരിഹരൻ പറഞ്ഞതിനെ പറ്റിയിട്ട് PM നിയാസിന്റെ അഭിപ്രായം എന്താണ്, കോൺഗ്രസിന്റെ അഭിപ്രായം എന്താണ്? വർഗീയതക്കെതിരെയുള്ള പൊതുയോഗമായിരുന്നല്ലോ അത്. ആ പൊതുയോഗത്തിൽ നിങ്ങളുടെ UDF RMPIയുടെ പൊതുയോഗമാണ്. ആ പൊതുയോഗത്തിൽ KS ഹരിഹരൻ മുക്കം ഫൈസിയെ പറ്റി പറഞ്ഞതിനെ പറ്റി കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? PM നിയാസിന് പറയാൻ പറ്റുമോ? കേരളത്തിൽ കേൾക്കാൻ താല്പര്യമുണ്ട്. പ്രധാനപ്പെട്ട പോയിന്റാണ് PM നിയാസ്. സാധാരണ മുൻപ് പ്രേംകുമാർ പറഞ്ഞതുപോലെ നമ്മൾ ഈ പ്രാഥമിക ആവശ്യങ്ങൾക്കൊക്കെ പറയുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചാണ് നിസ്കരിക്കാൻ മുട്ടി എന്നൊക്കെ അദ്ദേഹത്തെ കുറിച്ച് ഹരിഹരൻ അതേ വേദിയിൽ തന്നെ പറയുന്നത്. താങ്കൾ ആ വേദിയിൽ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞു, അതും താങ്കൾ കേട്ടിട്ടുണ്ടാകണമല്ലോ. വർഗീയതയ്ക്കെതിരെ സംഘടിപ്പിച്ച പരിപാടിയാണ്. ആ ഒരു പരിപാടിയിൽ ഒരു മുതിർന്ന നേതാവ് പറയുന്ന ഈ വാക്കിന്റെ എങ്കിലും ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? തീർച്ചയായും അങ്ങ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. അതിനു മുമ്പ് നമ്മുടെ പ്രേംകുമാർ പറഞ്ഞു അങ്ങ് ഇത്തരം കാര്യങ്ങളിലൊക്കെ അദ്ദേഹം വ്യക്തമായ നിലപാടെടുത്തു. അതിന് നന്ദി. CS സുജാതയോട് എനിക്ക് പറയാനുള്ളത്, അവർ പറഞ്ഞത് ഇത് ഇത്തരം കാര്യങ്ങളിൽ തള്ളി പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇത്തരം പ്രയോഗങ്ങൾ നടത്തുന്നവരെ ഒറ്റപ്പെടുത്തണം, അവരെ ഒറ്റപ്പെടുത്തി തള്ളി പറയണമെന്ന്. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഒറ്റപ്പെടുത്തണം എന്നാണെങ്കിൽ അങ്ങ് ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഇതുപോലെ മോശപ്പെട്ട പരാമർശം നടത്തിയ A വിജയരാഘവനെ ഇപ്പോഴും പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. MM മണി ഇപ്പോഴും MLA ആണ്, മന്ത്രിയായിരുന്നു. ഇനി അടുത്തും നിങ്ങൾ വീണ്ടും മത്സരിപ്പിക്കും. അങ്ങനെ ഒറ്റപ്പെടുത്താൻ നിങ്ങളുടെ പാർട്ടിയിൽ അങ്ങ് കേന്ദ്ര കമ്മിറ്റിയിൽ വരെയുള്ള ആളാണ്, അങ്ങ് അത് ഉപയോഗിക്കുമോ? ഒരു ചോദ്യം. രണ്ടാമത്തത് KK രമ, ഇന്നലെ ആ പരിപാടിയിൽ പങ്കെടുക്കാത്ത ആളാണ്. ഇവിടെ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനത് നിങ്ങൾ അറിയാതെ പറഞ്ഞതാണെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇങ്ങോട്ട് ചോദിച്ച ചോദ്യം, ഇപ്പോൾ അങ്ങ് ചോദിച്ച ചോദ്യം ഫൈസിയെക്കുറിച്ചാണ്. ഞാൻ കോഴിക്കോട് താമസിക്കുന്ന ആളാണ്. ഇവിടെ നിങ്ങൾ പറയുന്ന പോലെ ഈ പിന്നെ ഈ പ്രാഥമിക കർമ്മത്തിന് വേണ്ടി മാത്രമല്ല മുട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക, നല്ല കാര്യത്തിനും മുട്ടുക എന്ന് പറയും. മുട്ടുക എന്ന് പറയുമ്പോൾ എനിക്ക് അത് അങ്ങനെ ചെയ്യാൻ പെട്ടെന്ന് തോന്നുന്നു എന്ന അർത്ഥത്തിലാണ്. എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ മുട്ടുന്നു എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ തോന്നുന്നു എന്ന അർത്ഥമാണ്. അതിലാണ് അതിന് നിങ്ങൾ പറയുന്ന അർത്ഥം. അത് നിങ്ങളുടെ ഒരു മിനിറ്റ് എത്രയോ എനിക്ക് നിസ്കരിക്കാൻ മുട്ടുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് നിസ്കരിക്കാൻ പെട്ടെന്ന് നിസ്കരിക്കണം എന്ന അർത്ഥം തന്നെ അതിനുള്ളൂ. അതിന് അങ്ങനെ തന്നെ അർത്ഥമുള്ളൂ. അല്ലാതെ എനിക്ക് പ്രസംഗിക്കാൻ മുട്ടുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? പ്രസംഗിക്കാൻ മുട്ടുന്നു എന്ന് എത്ര ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് എഴുതാൻ മുട്ടുന്നു എന്ന് എത്ര ആൾക്കാർ പറയുന്നുണ്ട്. എനിക്ക് സംസാരിക്കാൻ മുട്ടുന്നു എന്ന് എത്ര പേര് പറയുന്നുണ്ട് എൻ്റെ നാട്ടിൽ. അതിനൊക്കെ അർത്ഥം അശ്ലീലമാണോ? അപ്പോൾ നിങ്ങൾ ഈ കുറ്റം പറയാൻ വേണ്ടി മാത്രം അങ്ങയെപ്പോലെയുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ ഇവിടെ വന്ന് ഇത്തരം വാക്കുകളൊക്കെ വളച്ചൊടിക്കുന്നത് ശരിയല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, അങ്ങ് പ്രത്യേകിച്ച് അസീത, അദ്ദേഹം മാധ്യമ പ്രവർത്തകയാണ്.
അദ്ദേഹം പറഞ്ഞു ഇതുപോലെ മോശമായി, ഇത് മൊത്തം സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അത് മുഖവിൽ കിടക്കുന്നു. അങ്ങയുടെ ഒരു പാർട്ടി ചാനലാണ്. പാർട്ടി ചാനലിൻ്റെ നേതാവ്, അത് SFIയുടെ നേതാവ് ആർഷോ AISFൻ്റെ ഒരു വനിതാ സംസ്ഥാന നേതാവിനോട് പറഞ്ഞ വാക്ക് ഇന്നും പൊതുസമൂഹത്തിലുണ്ട്. എനിക്കത് ഈ വേദിയിൽ വെച്ച് പ്രത്യേകിച്ച് CS സുജാതയും അങ്ങുമൊക്കെയുള്ള വേദിയിൽ വെച്ച് ഞാനത് പറയുന്നത് എൻ്റെ മാന്യതയ്ക്ക് നിരക്കാത്തതാണ്. അങ്ങനെ ഒരു സ്ത്രീ വിരുദ്ധ പ്രയോഗം അല്ലെങ്കിൽ വളരെ മ്ലേച്ഛമായ പ്രയോഗം പറഞ്ഞ് ഇതുവരെ അവർ തിരുത്തിയിട്ടില്ല. അവർ കേസ് കൊടുത്തിരിക്കുന്നു. AISFൻ്റെ നേതാവ് കേസ്. ഇന്നും അവർ വലിയ ബഹുമാന്യനായ നേതാവായി ആർഷോ തുടരുകയാണ്. ആ ആർഷോക്കെതിരെ, ഈ സ്ത്രീ പരാമർശത്തിനെതിരെ CS സുജാതയെ പോലെ അല്ലെങ്കിൽ അസിതയെ പോലെ, അസിത പറഞ്ഞത് ഞാൻ മൊത്തം കേരളത്തിലെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അവരുടെ മാനത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് പറഞ്ഞു. മാനത്തിന് വേണ്ടി AISFൻ്റെ പെൺകുട്ടിക്കും മാനമുണ്ട്. അത് നിങ്ങളുടെ CPI എന്ന് പറഞ്ഞ ഘടകകക്ഷിയാണ്. PM നിയാസ്, താങ്കൾ ഒന്നിലധികം തവണ എന്നെ കോട്ട് ചെയ്തു ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. താങ്കൾ ഇതിൽ എനിക്കെന്തോ താല്പര്യമുണ്ട്, ഞാൻ എന്തോ SFI കാരിയാണ്, CPIM കാരിയാണ്, അതുകൊണ്ട് കോൺഗ്രസിനെ കുറ്റം പറയുന്നു, മറ്റേ സൈഡിനെ ന്യായീകരിക്കുന്നു. ഒന്നുമല്ല PM നിയാസ്, താങ്കൾ അതാണ് ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, താങ്കൾ എന്നെ ഒന്നിലധികം തവണ കോട്ട് ചെയ്തുകൊണ്ട് എനിക്ക് അല്പസമയം തരണം, താങ്കൾ ഇത് കേൾക്കുകയും വേണം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എനിക്ക് ഇടതുപക്ഷ സംഘടന എന്നല്ല, ഒരു രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയിലും പ്രാഥമിക അംഗത്വം ഇല്ല. ഒന്നാമത്തെ കാര്യം. ഇവിടെ എനിക്കുള്ള താല്പര്യം സ്ത്രീപക്ഷത്തിനോടുള്ള താല്പര്യമാണ്, അതിലൂടെ ജനാധിപത്യ പക്ഷത്തിനോടുള്ള താല്പര്യമാണ്. ഇവിടെ ഏത് സ്ത്രീ അപമാനിക്കപ്പെട്ടാലും ആക്ഷേപിക്കപ്പെട്ടാലും, ഒരു മിനിറ്റ് കേൾക്കൂ, ഇവിടെ ഏത് സ്ത്രീ അപമാനിക്കപ്പെട്ടാലും ആക്ഷേപിക്കപ്പെട്ടാലും അവിടെ ഇരയാകുന്നത് സ്ത്രീയാണ് എന്നുള്ള ഒറ്റ പരിഗണന മാത്രമേ എനിക്കുള്ളൂ. അല്ലാതെ ആർഷോ അപമാനിച്ചോട്ടെ, പ്രശ്നമില്ല, പക്ഷേ ഷാഫി പറമ്പിൽ അപമാനിച്ചാൽ പ്രശ്നമുണ്ട് എന്നൊരു പക്ഷമേ എനിക്കില്ല. ഞാൻ അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞ ഏതെങ്കിലും ഒരു ഭാഗം, ഏതെങ്കിലും ഒരു ക്ലിപ്പ് അങ്ങക്ക് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങക്ക് ഹാജരാക്കാമെങ്കിൽ ഞാനത് സ്വയം വിമർശനമായി ഏറ്റെടുക്കാൻ തയ്യാറാണ്. തെറ്റുകൾ സംഭവിക്കാമല്ലോ. പക്ഷേ എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ വിഷയത്തിലും സ്വീകരിക്കുന്ന നിലപാടുകളും സമീപനങ്ങളും. അതിനപ്പുറത്തേക്ക് ഞാൻ പോയിട്ടില്ല. എനിക്ക് ഒരു പക്ഷമേ ഉള്ളൂ, അത് സ്ത്രീപക്ഷമാണ്, മനുഷ്യപക്ഷമാണ്, ശരിയുടെ പക്ഷമാണ്, ജനാധിപത്യ പക്ഷമാണ്. ദയവായി അങ്ങയുടെ വാദം ജയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം മുട്ടുമ്പോൾ ന്യായീകരിക്കാൻ വേണ്ടി കൈരടിക്ക് രാഷ്ട്രീയമുണ്ട്, അതിൽ ഒരു സംശയവുമില്ല. അത് ഞങ്ങൾ ഒളിച്ചു വെച്ചല്ലോ പറയുന്ന. മറ്റു മുൻനിര മാധ്യമങ്ങളെ പോലെ, മറ്റ് ചാനലുകളെ പോലെ നിഷ്പക്ഷർ ചമഞ്ഞ് കൃത്യമായി സംഘപരിവാർ രാഷ്ട്രീയവും വലതുപക്ഷ രാഷ്ട്രീയവും പറയുകയല്ലല്ലോ കൈരളി ചെയ്യുന്നത്. ഞങ്ങൾക്ക് പക്ഷമുണ്ട് സാർ, അത് ഇടതുപക്ഷത്തിന്റെ പക്ഷമാണെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ ഞങ്ങൾ അതിനെ ജനാധിപത്യത്തിന്റെ പക്ഷമായാണ് കാണുന്നത്. അതിനപ്പുറം ഞാനെന്ന വ്യക്തിയുടെ രാഷ്ട്രീയത്തെ താങ്കൾക്ക് ഉത്തരം മുട്ടുമ്പോൾ താങ്കൾ കോട്ട് ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയമില്ല, അങ്ങനെ ഒരു രാഷ്ട്രീയ സംഘടനയിൽ എനിക്ക് ബന്ധമുണ്ട് എന്ന് അങ്ങ് തെളിയിച്ചാൽ ഞാൻ ഈ പണി ഇന്ന് അവസാനിപ്പിക്കും. അസിത, ഞാനൊരൊറ്റ കാര്യം പറയാം. അങ്ങ് ഈ പറഞ്ഞ കാര്യത്തിൽ ഞാൻ മുഖവിലക്കെടുക്കുന്നു. അങ്ങ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുകയാണെങ്കിൽ ആ മുറിവേറ്റ AISFന്റെ സഹോദരിക്ക് വേണ്ടി അവരെ ഒറ്റപ്പെടുത്താൻ, നേരത്തെ CS സുജാത പറഞ്ഞ പോലെ അവരെ ഒറ്റപ്പെടുത്താനും അവർ നടപടിയെടുക്കാനും അങ്ങയുടെ നാവിൽ നിന്നും പുറത്തേക്ക് വരണം. പത്മജ വേണുഗോപാലനും ഞാൻ ഈ ചർച്ചയിൽ ഒരു ഇടതുപക്ഷത്തിന്റെ സ്ത്രീകളെയും കോട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരുപാട് പേരുടെ കാര്യം പറയുന്നു, അവർ മാപ്പ് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. പക്ഷേ ആ അപമാനിക്കപ്പെട്ട ഒരു ഇടതുപക്ഷത്തിലെ സ്ത്രീകളുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മറ്റൊരു നേതാവ് ആക്ഷേപിച്ച പത്മജ വേണുഗോപാൽ എന്ന സ്ത്രീയെ കുറിച്ചാണ്. അല്പം മുമ്പ് അങ്ങ് സോണിയാഗാന്ധിയെ കുറിച്ചാണ് അപമാനിച്ചത് PV അൻവർ എന്ന് പറഞ്ഞപ്പോൾ, ആ അമ്മയെ, ആ മാതൃത്വത്തെയാണ് അപമാനിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് പത്മജ വേണുഗോപാലിനും അമ്മയുണ്ട് എന്നാണ്. അപ്പോൾ അതെന്താണ് അങ്ങ് കേൾക്കാത്തത്? എനിക്കെല്ലാം ഒരു പക്ഷമാണ്, ശരിയുടെ പക്ഷമാണ്. ഞാൻ പറയും, പത്മജയെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ പ്രേംകുമാർ പറഞ്ഞല്ലോ. പത്മജ തന്നെ പല കാര്യങ്ങളും പല നേതാക്കന്മാരെ പറയാൻ പോകുമ്പോൾ അവരത് തയ്യാറല്ല. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതിനെ കുറിച്ച് ഓർമ്മയില്ല. പൊളിറ്റിക്കൽ എങ്ങനെയായിരുന്നു പ്രേംകുമാർ അത് എന്താ പൊളിറ്റിക്കൽ? രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. ഞങ്ങൾ അതിനെ അനുകൂലിച്ചിട്ടില്ല. അനുകൂലിച്ചിട്ടില്ല. നിങ്ങൾ അതിനെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടുണ്ടോ? നിങ്ങൾ തള്ളിപ്പറയാൻ തയ്യാറായിട്ടുണ്ടോ? അത് ജനറ്റിക്കൽ അല്ല, പൊളിറ്റിക്കലാണ്. അങ്ങനെയല്ല പറഞ്ഞത്. ജനറ്റിക്കൽ അല്ല, പൊളിറ്റിക്കലാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണ്. താങ്കൾ നേരത്തെ പറഞ്ഞു പിണറായി വിജയൻ വന്ന് ന്യായീകരിച്ചു PV അൻവറിനെ, അത് പൊളിറ്റിക്കലിയാണ് പറഞ്ഞതെന്ന്. അത് വാസ്തവത്തിൽ ആ വാക്ക് ആദ്യം ഉപയോഗിച്ചത് രാഹുൽ മാങ്കൂട്ടവും രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത കോൺഗ്രസ് നേതാക്കളുമാണ്. ഓർമ്മയുണ്ടോ? അത് തിരിച്ചടിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ പറഞ്ഞല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ പ്രസ്താവനയോട് ഞങ്ങൾ ഒരിക്കലും ഞങ്ങളത് ഓൺ ചെയ്തിട്ടില്ല. ഞങ്ങളത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളത് അംഗീകരിച്ചിട്ടുമില്ല.
അത് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു. ഇപ്പോഴും ഈ വേദിയിൽ വെച്ച് ഞാൻ പറയുന്നു. തിരിച്ച് ഞാൻ അങ്ങയോടും CS സുധാകരനോടും ചോദിച്ചത് ആർ ഷോയെ പാട്ടിൽ നടപടിയെടുക്കാൻ, അതുപോലെ തന്നെ വിജയരാഘവനും MM മണിക്കും എതിരായി നടപടിയെടുക്കാൻ നിങ്ങളുടെ വേദികൾ ഉപയോഗിക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. ശരി, അത് ഉപദേശ രൂപേണ പറഞ്ഞതാണ്. ഡോക്ടർ പ്രേംകുമാർ നേരത്തെ അങ്ങ് ഉന്നയിച്ച വിഷയമാണ് ഈ മുക്കം മൗലവുമായി ബന്ധപ്പെട്ട്. ശരിക്കും ആ പ്രസംഗം കേട്ടപ്പോൾ എനിക്കതിൽ പ്രശ്നമുണ്ടെന്ന് തന്നെയാണ് തോന്നിയത്. നിയാസ് പറയുന്നത് കോഴിക്കോട് സാധാരണ ഉപയോഗിക്കുന്ന ഭാഷയാണെന്ന് എനിക്കറിയില്ല. താങ്കളും കോഴിക്കോട് നിന്ന് തന്നെയാണ്. അങ്ങനെയാണോ? നിസ്കരിക്കാൻ മുട്ടി എന്നാണോ സാധാരണ പറയുന്നത്? അത് പണ്ട് കോഴിക്കോട് തന്നെ നമ്മുടെ നാട്ടിൽ ഒരാള് മറ്റൊരാളെ ഈ നായിൽ തുടങ്ങുന്ന പേര് വിളിച്ച് അധിക്ഷേപിച്ച് ഭയങ്കര പ്രശ്നമായപ്പം അവസാനം വിളിച്ച ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയ്യോ ഒരു ചീത്തയൊന്നുമല്ല, ഞാൻ വീട്ടിൽ അച്ഛനെയൊക്കെ വിളിക്കുന്നതാണെന്ന്. അതുപോലെ ഒരാൾ പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രസംഗിക്കാൻ മുട്ടുന്നു എന്നൊക്കെ നിയാസ് പറയാറുണ്ട്. അത്രേ ചർച്ചയിൽ പങ്കെടുക്കാൻ മുട്ടുന്നു, ഓക്കെ സമ്മതിക്കുന്നു. അത് മാത്രമല്ല ഇവിടെ വിഷയം. അതായത് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടന്ന CAA വിരുദ്ധ പരിപാടിയിൽ കുറേ സമയം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. 2-3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ മുക്കം ഫൈസി എന്ന് പറഞ്ഞ സമസ്തയുടെ വന്ധ്യവയോധികനായ വിശ്വാസി നിസ്കാരത്തിന്റെ സമയമായപ്പം ആ സ്റ്റേജിൽ നിസ്കരിച്ചു. അതിനെയാണ് KS ഹരിഹരൻ പരിഹസിച്ചത്. അത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. മുട്ടുക എന്നുള്ളത് നല്ല വാക്കായിക്കോട്ടെ, കുമാരനാശാനൊക്കെ ഉപയോഗിച്ച നല്ല വാക്കാണെന്ന് തന്നെ സമ്മതിക്കുന്നു. ഇതാണ് ചോദ്യം. ഈ കാര്യത്തിൽ, അതായത് വർഗീയത പറയുന്ന LDFനെതിരെ CPMനെതിരെയുള്ള പൊതുയോഗത്തിൽ CPMനേക്കാൾ ഇടതുപക്ഷമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള RMPയുടെ ദേശീയ നേതാവായിട്ട് KS ഹരിഹരൻ പറയുന്നത് കാലിക്കറ്റ് ട്രേഡ് സെന്ററിലെ വേദി, അദ്ദേഹം പറഞ്ഞത് കടപ്പുറത്ത് നിന്നാണ്, കാലിക്കറ്റ് ട്രേഡ് സെന്ററിലെ വേദിയിൽ നടക്കുന്ന പരിപാടിയിൽ ഒരു മുസ്ലിം മതവിശ്വാസി നിസ്കാരത്തിന്റെ സമയമാവുമ്പം ഒരു പരിപാടി നടക്കുന്ന സ്ഥലത്ത് മറ്റാർക്കും ശല്യമില്ലാതെ നിസ്കരിക്കുന്നു. അതിനെ പരിഹസിക്കുന്നത് എന്ത് സെക്യുലറിസമാണ്, എന്ത് കോൺഗ്രസ് രാഷ്ട്രീയമാണ്, എന്ത് രാഷ്ട്രീയമാണ്? ഇതാണ് പ്രശ്നം, ഇതാണ് വിഷയം. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് പറഞ്ഞ കാര്യം ഒരു പുതിയൊരു ടെർമിനോളജി കൊണ്ടുവന്നതായിരുന്നു, പൊളിറ്റിക്കൽ തന്ത, ബയോളജിക്കൽ തന്ത, ഇങ്ങനെ 2 കാര്യങ്ങളുണ്ട് എന്നും ഞാൻ പരാമർശിച്ചത് പൊളിറ്റിക്കൽ തന്തയെ ആയിരുന്നു എന്നും. അതിൻ്റെ അകത്തേക്ക് പോവണ്ട. കാരണം എന്താ വെച്ചാൽ അത് വളരെ വളരെ വൃത്തികെട്ടൊരു കാര്യമാണത്. കാരണം പത്മജയെ പറ്റി പറയുമ്പം അത് K മുരളീധരന് ബാധകമാണ്. K മുരളീധരൻ വളരെ സീനിയറായ നേതാവാണ്. K കരുണാകരന് ബാധകമാണ്. അങ്ങനെ പരാമർശം നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിന് ഇവർ പ്രമോഷൻ കൊടുത്തിട്ട് വടകരയിലെ ലോക്സഭാ ഇലക്ഷന്റെ ചാർജ് കൊടുക്കുകയാണ് ചെയ്തത്. ഇന്നേവരെ ഏതെങ്കിലും പാർലമെന്റ് ഇലക്ഷന്റെയോ അല്ലെങ്കിൽ എന്താ പറയാ നിയമസഭാ ഇലക്ഷന്റെയോ ഒരു മണ്ഡലത്തിന്റെ ചാർജ് PM നിയാസ് പലതും എടുത്തിട്ടുണ്ട്, എനിക്കറിയാം. പല സീനിയർ പൊസിഷൻസും എടുത്തിട്ടുണ്ട്. അതൊന്നും ഇല്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിന് പ്രമോഷൻ കൊടുത്തിട്ട് ഒരു പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുൻസിയുടെ ചാർജ് കൊടുക്കുകയായിരുന്നു. എന്താണ് ഇദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷം നടന്നതെന്നുള്ളത് വടകരയിൽ കാണുകയാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ച തന്നെയാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പത്മജ വേണുഗോപാലിനെ എന്ത് പറഞ്ഞുകൊണ്ടാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ടത്, അതേ ഭാഷയിൽ തന്നെ വടകരയിൽ KK ശൈലജ ടീച്ചറെ നേരിടാനും ഇവർ തീരുമാനിക്കുന്നുണ്ടായിരുന്നു. ആദ്യ ദിവസം മുതൽ അതാണ് ചെയ്തിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ചെയ്തത് കോവിഡ് കള്ളി എന്ന് വിളിക്കുക എന്നുള്ളതായിരുന്നു. അത് ബാക്ക് ഫയർ ചെയ്യും എന്ന് തോന്നിയപ്പോഴാണ് രണ്ടാമത്തെ കാർഡ് എടുത്തത് ശൈലജ ടീച്ചർ മുസ്ലിം വിരുദ്ധയാണ് എന്നുള്ള. അതിനു വേണ്ടിയിട്ടാണ് വ്യാജ വീഡിയോ ഉണ്ടാക്കിയത്. ആ വ്യാജ വീഡിയോ ഉണ്ടാക്കി എന്നുള്ള ആരോപണം ശൈലജ ടീച്ചർ തന്നെ പറഞ്ഞ സമയത്ത് ഇവര് പോൺ വീഡിയോ എന്ന് പറയുകയും ഞങ്ങൾ പോൺ വീഡിയോ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയല്ല ചെയ്തെന്ന്, മറിച്ച് എവിടെ പോൺ വീഡിയോ? വളരെ വളരെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ, യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ കിട്ടിയാൽ ഒന്ന് എനിക്ക് അയച്ചു തരണമേ എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. 8 പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. 2-3 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവരെല്ലാവരും UDFന്റെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകരാണ്. PM നിയാസ് അഡ്വക്കേറ്റ് ആണല്ലോ. ഈ ഒരാളുടെയും വക്കാൽ നിങ്ങൾ എടുത്തിട്ടില്ലല്ലോ. പക്ഷേ ഉത്തരവാദപ്പെട്ട സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ഉത്തരവാദപ്പെട്ട ആളുകൾ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടെല്ലാം പെട്ടിയിലായതിനു ശേഷം പാലക്കാടേക്ക് തിരിച്ചു പോകുന്നതിന് തൊട്ടു മുമ്പ് ഷാഫി പറമ്പിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ എല്ലാവിധ ചാതുര്യത്തോടെയും കൂടിയിട്ട് ഇതിനെല്ലാം തള്ളിപ്പറഞ്ഞിട്ട് ഞാൻ നല്ല കുട്ടിയാണ്, ഞാൻ എപ്പോഴെങ്കിലും ആരെ പറ്റിയെങ്കിലും മോശം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കൃത്യമായ ചോദ്യം ചോദിക്കുന്നു. ഷാഫി മോശം പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ ഷാഫിയുടെ അറിവോടെ, ഷാഫിയുടെ പ്രസൻസിൽ മഹാവൃത്തികേടുകൾ പറയുമ്പം ഷാഫി ചിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഇലക്ഷൻ കഴിയുന്നതോടെ വടകരയിലെ സമൂഹ മനസ്സിന് ഇവരുണ്ടാക്കിയിട്ടുള്ള ക്ഷതം, ഷാഫി എന്നുള്ള ലീഡർക്ക് ഇവരുണ്ടാക്കിയിട്ടുള്ള ക്ഷതം. അതിന്റെ കാര്യം കുറച്ചുകൂടി പിറകോട്ട് പോകേണ്ടതാണ്. അത് ഈ ചർച്ചയിൽ പറയേണ്ടതല്ല. കാരണം PM നിയാസ് അവിടെ മത്സരിക്കാൻ എന്തുകൊണ്ട് യോഗ്യനായ ഒരാളാണ്. എന്തുകൊണ്ടാണ് നിയാസ് മത്സരിക്കാതെ, നൗഷാദ് അലി മത്സരിക്കാതെ
പാലക്കാടിൽ നിന്ന് BJP-യോട് ഫൈറ്റ് ചെയ്ത് നേടിയ പാലക്കാട് സീറ്റ് അവിടെ എന്താ പറയുക, അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നിർത്തിക്കൊണ്ട് ഷാഫി അവിടുന്ന് വടകരയിലേക്ക് വരേണ്ടി വന്നു എന്നുള്ളത് മറ്റൊരു വിഷയമാണ്, പലതരത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പം വടകരയിലെയും കേരളത്തിലെയും കോൺഗ്രസിൻ്റെയും ഷാഫിയുടെയും ഒക്കെ ഇമേജിനും ആ ഇൻടാക്റ്റ് ആയിട്ടുള്ള സെക്യുലർ ഫാബ്രിക്കിനും ഭയങ്കരമായിട്ടുള്ള ക്ഷതം വരുത്തിയിട്ടുള്ള ഒരു സംഗതിയാണിത്. പക്ഷെ ഈ പ്രസംഗത്തോടെ അത് പൊളിറ്റിക്കൽ ഫിഗേഴ്സിൽ നിന്ന് മാറിയിട്ട് മഞ്ജു വാര്യരെ പോലെയുള്ള കേരളത്തിലെ ഉയർന്നു വരുന്ന സ്ത്രീത്വത്തിന്റെ ഐക്കണായിട്ടുള്ള ഒരാളെയും കൂടെ അവരുടെ മേലെ കൂടെ നിങ്ങൾ ചെളി വാരി എറിഞ്ഞിരിക്കുന്നു. അതിന് നിങ്ങൾക്ക് കാലം മാപ്പ് തരില്ല. അതിന് CPM ചെയ്ത ചരിത്രപരമായ മണ്ടത്തരങ്ങളോ വിഡ്ഢിത്തരങ്ങളോ കൽക്കട്ട തീസിസിന്റെ കഥയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഇടവേളയിലേക്ക് പോകണം. അതിനു മുൻപ് CS സുജാത, നിയാസ് പറഞ്ഞ മുൻപ് ഒരു ഡസനിലധികം അത് ആവർത്തിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ആ കാര്യത്തിൽ താങ്കൾ ഉൾപ്പെടെയുള്ളവർ മിണ്ടിയില്ല എന്ന് വ്യക്തിപരമായി കൂടി ചോദ്യം ചെയ്യുന്നുണ്ട്. അതിനൊരു മറുപടി ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് ഇടവേളയിലേക്ക് പോകാം. ഞാനത് കൃത്യമായിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞല്ലോ, കൃത്യമായി തന്നെ അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാണ് ഞാൻ. കാരണം സ്ത്രീകളെ മോശമായി ആര് ചിത്രീകരിച്ചാലും ആരാക്ഷേപിച്ചാലും അതിനെ തെറ്റാണ് എന്ന് പറയുന്ന ആൾ തന്നെയാണ് ഞാൻ. അത് നിയാസിന് ഒരു സംശയവും വേണ്ട. അതിനെ ഒന്നും ഞാൻ ന്യായീകരിച്ചിട്ടില്ല. മോശപ്പെട്ട അഭിപ്രായം ആരുടെ ഭാഗത്തുനിന്ന് വന്നാലും ഞാൻ പറഞ്ഞു, ഞാനും എൻ്റെ പാർട്ടിയും ആ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. അതിന് അങ്ങക്ക് ഒരു മനപ്രയാസവും വേണ്ട. ശക്തമായ നിലപാട് ആ കാര്യത്തിൽ എനിക്കുണ്ട്. അത് ഞാൻ പ്രകടമാക്കുകയും ചെയ്തിട്ടുണ്ട്. CS സുജാത, ഞാൻ താങ്കളിലേക്ക് വരാം. അതിനു മുൻപ് ഞാൻ നിയാസിലേക്ക് ഒരിക്കൽ കൂടി പോകുകയാണ്. നിയാസ് ആവർത്തിച്ചു പറഞ്ഞത് ഇവിടെ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. CPM നേതാക്കൾ ഒരിക്കൽ പോലും അതിന് തയ്യാറായിട്ടില്ല എന്ന്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഈ കേസുകളിലൊക്കെ ആ ഘട്ടത്തിൽ CPM-ന്റെ നേതാക്കൾ ഞങ്ങൾ ഇതിൽ ഖേദം പ്രകടിപ്പിച്ചു എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, ഖേദം പ്രകടിപ്പിച്ചല്ലോ അതുകൊണ്ട് ഇനി ആ വിഷയത്തിൽ ചർച്ച വേണ്ട, അവരുടെ ഭാഗം ശരിയാണ് എന്ന് അതിലെയും നിങ്ങൾ ന്യായീകരിക്കുമായിരുന്നോ? ഈ രണ്ട് പ്രശ്നത്തെയും ഒരേ രീതിയിൽ തന്നെ കാണുമായിരുന്നോ? ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല അസിത, ഞാൻ പറഞ്ഞത് പൂർണ്ണമായും മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പറയുന്നത്. ഖേദം പോലും പ്രകടിപ്പിക്കാതെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അത് ഓൺ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഈ കാര്യങ്ങൾ അപ്പോഴും അദ്ദേഹം എതിരായി പറയണമെന്നും അത് തിരുത്തണമെന്നും മാപ്പ് പറയണമെന്നും ഒക്കെ ഞങ്ങൾ പറഞ്ഞു, അത് ചെയ്യിപ്പിച്ചു. എന്നിട്ടും CS സുജാത പറഞ്ഞത് അങ്ങനെ തള്ളി പറഞ്ഞുകൊണ്ടോ മാപ്പ് പറഞ്ഞുകൊണ്ടോ കാര്യമില്ല. അവർ ഓരോരുത്തരും അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ടാണ് ഇടപെടുന്നത്. മാത്രമല്ല താങ്കളുടെ ആദ്യത്തെ പോയിന്റ് ക്ലിയറുമാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഹരിഹരൻ എന്ന് പറയുന്ന നേതാവ് ഇപ്പോൾ താങ്കളോട് ചോദിച്ചതുകൊണ്ട് കോൺഗ്രസ് അതിൽ എന്ത് ചെയ്യാനാ എന്നൊരു സ്വാഭാവിക ചോദ്യം താങ്കൾക്ക് തിരിച്ചു ചോദിക്കാം. പക്ഷെ എങ്കിൽ പോലും UDF-ലെ ഘടകകക്ഷിയാണല്ലോ, അതിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ്. ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടി അദ്ദേഹത്തിനെതിരെ ഉണ്ടാവണ്ടേ? ഇവിടെ പറഞ്ഞത് എന്താ, മഞ്ജു വാര്യരുടെ പോൺ വീഡിയോ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലായേനെ എന്നാ പറയുന്നത്, ഞങ്ങളത് കണ്ടേനെ ആസ്വദിച്ചേനെ എന്നാണ് പറയുന്നത്. നാളെയും ഒരു പക്ഷേ UDF-ന്റെ വേദികളിൽ അദ്ദേഹം ഇതുപോലെ വന്ന് നിൽക്കും. അസിത, ഞങ്ങളത് കൃത്യമായി പറഞ്ഞു. ഇന്ന് പ്രതിപക്ഷ നേതാവ് ഒന്നുകൂടി കടത്തിക്കൂടി പറഞ്ഞിട്ടുണ്ട്. പൊതുപ്രവർത്തകർ പൊതുവേദിയിൽ വെച്ച് കാര്യങ്ങൾ പറയുമ്പോൾ കുറെ കൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു കൃത്യമായ നിലപാട് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത്, അവിടെ നേരത്തെ CS സുജാത പറഞ്ഞപ്പം അശ്ലീല ചിത്രത്തെക്കുറിച്ച് വ്യാജ വീഡിയോയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അങ്ങനൊരു വീഡിയോ തന്നെ ഇല്ല എന്ന് സ്ഥാനാർത്ഥി പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ അങ്ങനെ വല്ല അശ്ലീല ചിത്രവും ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് ഇതുവരെയും പോലീസിൽ പരാതി കൊടുക്കുക നടപടി എടുത്തിട്ടില്ല. പിന്നെ വേറൊരു കാഫറുമായി ആദ്യം പറഞ്ഞപ്പോൾ അശ്ലീല ചിത്രം എന്ന് പറഞ്ഞു, വ്യാജ വീഡിയോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇത് രണ്ടും ഇതുവരെയും വന്നിട്ടില്ല. ഒരു മിനിറ്റ്, നിങ്ങൾ ആദ്യ ഘട്ടത്തിൽ പറഞ്ഞത് പ്രമേയ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. പ്രമേയ, നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾ ഗദ്ഗതകണ്ഠനായി പറഞ്ഞത് അശ്ലീല വീഡിയോ എന്ന് തന്നെയാണ്. പിന്നീട് നിങ്ങൾ തിരുത്തി, ഓക്കെ, അശ്ലീല ചിത്രമെന്ന് നിങ്ങൾ പറയുന്നു. അശ്ലീല ചിത്രത്തെക്കുറിച്ച് നിങ്ങൾ പരാതി പറയൂ. ഞങ്ങളിപ്പോൾ പറയുന്നത് കാഫർ എന്ന് പറയുന്ന ഒരു തീരുമാനം ഉണ്ടായി എന്ന് പറഞ്ഞത് ഞങ്ങളുടെ മുഹമ്മദ് കാസിം എന്ന് പറയുന്ന MSF-ന്റെ നേതാവാണ്. അദ്ദേഹം ഉപയോഗിക്കുന്ന സിം കാർഡും ഫോണും ഒക്കെ പോലീസിൽ കൊടുത്തിട്ട് ഇന്നത്തേക്ക് 17 ദിവസമായി. ഈ 17 ദിവസമായിട്ടും ഇതുവരെ അത് കണ്ടുപിടിക്കാനോ അയാൾ കുറ്റവാളിയാണെന്നോ കണ്ടുപിടിക്കാൻ കഴിയാതെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു. നിങ്ങൾ ഇന്നും
നിങ്ങൾ ഷാഫിക്കെതിരായി പറയുകയാണ്. അദ്ദേഹം ആദ്യം നിങ്ങൾ പറഞ്ഞു മുസ്ലിം വിരുദ്ധനാണെന്ന് പറഞ്ഞു, പിന്നെ നിങ്ങൾ പറഞ്ഞു വിഗ്രഹാരാധന ഉള്ളവരാണെന്ന് പറഞ്ഞു, പിന്നെ നിങ്ങൾ പറഞ്ഞു അദ്ദേഹം ഏറ്റവും വലിയ മോശപ്പെട്ട ആളാണെന്ന് പറഞ്ഞു. ഇപ്പോഴും നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ചിരിച്ചു എന്ന് പറയുന്നു, അദ്ദേഹം മിണ്ടിയില്ല എന്ന് പറയുന്നു. നിങ്ങൾക്ക് അദ്ദേഹത്തോട് എത്ര ദേഷ്യം പഠിച്ചിട്ട് കാര്യമില്ല. ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു, അവർ മുന്നോട്ട് പോകും. പിന്നെ അങ്ങ് എന്നെക്കുറിച്ച് നല്ല പറഞ്ഞ വാക്ക് പറഞ്ഞു. അതിനെനിക്ക് പറയാനുള്ളത്, CS സുജാത ഞാൻ ഏറെ ബഹുമാനിക്കുന്ന, എനിക്കിപ്പോൾ യോഗത്തിലായതുകൊണ്ട് പറയുന്നത്, ഏറെ ബഹുമാനിക്കുന്ന ഒരു വനിതാ നേതാവും CPM നേതാവുമാണ്. അവരെ ഇത്തവണ മത്സരിപ്പിക്കാമായിരുന്നല്ലോ, അവരെ നിങ്ങൾ മത്സരിപ്പിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ മറ്റു പലരില്ല, അത് നിങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമാണ്, ഞാനതിൽ കടക്കുന്നില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമാണ് ഷാഫിയെ മത്സരിക്കാനുള്ളത്. അതെങ്കിലും ഞങ്ങൾക്ക് വിട്, അതുകൂടി നിങ്ങൾ എടുക്കല്ല. കാരണം നിങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പോലും തീരുമാനിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു അസഹിഷ്ണുത കാണിച്ചാൽ എങ്ങനെ മുന്നോട്ട് പോകും? ഇത്ര എനിക്ക് അക്കാര്യത്തെ കുറിച്ച് പറയാം. ശരി, നിങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ തന്നെ തീരുമാനിച്ചു, അതിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ തീരുമാനിച്ച സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചുമരെഴുത്ത് ഉണ്ടാകുകയും പിന്നീട് അത് മായ്ക്കേണ്ടി വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ശരി, അതെന്തോ ആയിക്കോട്ടെ, അത് മറ്റൊരു വിഷയം. CS സുജാത പറഞ്ഞോളൂ. ശരി, CS സുജാതയിലേക്ക് ഞാൻ വരാം. ഡോക്ടർ പ്രേംകുമാറിലേക്ക് ഒരിക്കൽ കൂടി പോകുകയാണ്. ഡോക്ടർ പ്രേംകുമാർ, ഇവിടെ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്, നടപടിയെടുക്കും, അദ്ദേഹത്തിനോട് തിരുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഒരു പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ടത്, നിയാസ് ആവർത്തിച്ചു പറയുന്നത് പോലെ ഇതിന് മുൻപ് വന്ന ചില പരാമർശങ്ങൾ, ചില വാക്കുകൾ UDF-ലെ നേതാക്കൾക്കെതിരെ അതുപോലെ തന്നെയാണ് ഇതും എന്നവർ, അങ്ങനെയാണ് അദ്ദേഹം അതിനെ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൻ്റെ ഒരു വ്യാപ്തി, ഗൗരവം അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പോൺ വീഡിയോ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾക്കത് മനസ്സിലായേനെ എന്ന് ഹരിഹരൻ പറയുന്ന നമ്മളിൽ നിയാസും ഉണ്ട്. അദ്ദേഹത്തിന് അതുപോലും പക്ഷെ മനസ്സിലാവുന്നില്ല. അല്ല, അതെന്താ വെച്ചാൽ ഇത്തരത്തിൽ മോശമായ വർത്തമാനങ്ങൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. പലരും പറയുന്നതിന് നമ്മൾ ശ്രദ്ധിക്കാറില്ല. നിയാസിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പറയാറില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 16 ദിവസത്തേക്ക് സ്വകാര്യ യാത്രയ്ക്ക് പോയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെയുണ്ട്. അതിനെപ്പറ്റി KPCCയുടെ പ്രസിഡന്റ് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഇയാളെന്തിനാണ് ഭാര്യനെയും മോണേലും കൂട്ടുന്നത്, വേണേ 2 അൽസേഷൻ നായ്ക്കളെ കൂട്ടിയാൽ പോരെയെന്ന്. ആരും പ്രതിഷേധിച്ചിട്ട് പോലുമില്ല. എന്താണെന്നറിയോ, സുധാകരന്റെ വർത്തമാനത്തിന്റെ നിലവാരം നമുക്ക് അറിയാം. അതാണ് അതിന്റെ കാര്യം. ആരും പ്രതിഷേധിച്ചിട്ടില്ല, പ്രത്യേകിച്ച് ആരും മൈൻഡ് ചെയ്തിട്ടില്ല. അദ്ദേഹം എന്താ പറയുക, ഇവരുടെ പ്രതിപക്ഷ നേതാവിനെ പറ്റി പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഷമാ മുഹമ്മദിനെ പറ്റി എന്താ പറയുന്നതെന്ന് അറിയാം. ഈ പറയുന്ന ഷാനിമോൾ ഉസ്മാനെ പറ്റി എന്താ പറഞ്ഞതെന്ന് അറിയാം. അപ്പം ഈ പിറകോട്ട് നോക്കിയിട്ട് പണ്ട് പറഞ്ഞ വൃത്തികേടുകൾ പറഞ്ഞിട്ട് പിടിച്ചു നിൽക്കേണ്ടി വരുന്നത് എപ്പോഴാണ്? നിങ്ങൾ ഇപ്പൊ ചെയ്ത കാര്യങ്ങളെ പിന്നെയും ന്യായീകരിക്കേണ്ടി വരുന്നത് കൊണ്ടാണ്. അതാണ് നിയാസിന്റെ അടക്കമുള്ള ആളുകളുടെ നിലപാട് പറച്ചിലുള്ള സത്യസന്ധമല്ല എന്ന് നമ്മൾ പറയുന്നത്. തെറ്റാണ് ചെയ്തതെന്ന് വ്യക്തമായി ഞാൻ 3 പ്രാവശ്യം പറഞ്ഞു. പിന്നെ ഞാൻ ന്യായീകരിച്ചു. അദ്ദേഹം അവസാനിപ്പിക്കട്ടെ, എനിക്ക് സമയമില്ല, സുജാതയിലേക്ക് പോകണം. ചൂടാവല്ലേ. നിങ്ങളുടെ തള്ളിപ്പറയൽ സത്യസന്ധമല്ലാതാവുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇതിന്റെ മുന്നേ നടന്ന വൃത്തികേടുകൾ ഉപയോഗിച്ച് നിങ്ങൾ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. ഇത് രണ്ടും കൂടി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. തള്ളിപ്പറഞ്ഞാൽ കൃത്യമായി തള്ളിപ്പറഞ്ഞാൽ മതിയല്ലോ നിയാസ്. ശരി, സുജാത വളരെ വേഗം അവസാനിപ്പിച്ചു. ഞാൻ നിയാസ് പറഞ്ഞതിൻ്റെ ലാസ്റ്റ് ഭാഗം കേട്ടിരുന്നില്ല, കാരണം അന്ന് കണക്ഷൻ പോയത് കാരണം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. യഥാർത്ഥത്തിൽ ശൈല ടീച്ചർ സ്ഥാനാർത്ഥിയായി വന്നു, തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നു. രാഷ്ട്രീയം പറഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതിൻ്റെ പകരം അവിടെ അവരെ വ്യക്തിപരമായി അപമാനിക്കാനും ആക്ഷേപിക്കാനും അന്നു മുതൽ നടത്തിയ ശ്രമങ്ങൾ ഞാൻ എൻ്റെ ഈ ചർച്ചയുടെ തുടക്കം മുതൽ തന്നെ സൂചിപ്പിച്ചു. ഇവിടെ ബഹുമാന്യനായ ശ്രീ നിയാസ് പറയുന്നത് വ്യാജ വീഡിയോ, അശ്ലീല വീഡിയോ, ടീച്ചർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. വ്യാജ വീഡിയോ നിർമ്മിച്ചതിനെക്കുറിച്ച് ഈ ചർച്ചയിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ അശ്ലീല ചിത്രം, ഇതിനെല്ലാം എതിരായി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതായത് വളരെ ശക്തമായി തന്നെ പരാതി സമർപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ കുറേ ആളുകളെ നമ്മൾ കണ്ടല്ലോ, അവർ കോൺഗ്രസിൻ്റെ ആളുകൾ തന്നെയാണ്
ഇതിൻ്റെ എല്ലാം പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് പുറത്ത് തെളിവ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ബാക്കി എന്തായാലും അന്വേഷണത്തിൽ കൃത്യമായി ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ ആരാണ് എന്ന് വെളിച്ചത്ത് വരാൻ പോവുകയാണ്. ഇവിടെ ഞാൻ നേരത്തെ ശ്രീമതി രമ ഈ കാര്യത്തിൽ പ്രതികരിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം ശ്രീ ഹരിഹരൻ എന്ന് പറയുന്ന RMPയുടെ ദേശീയ നേതാവാണ്. രമയ്ക്ക് പല കാര്യങ്ങളിലും അവർക്ക് നിലപാടുള്ള ആളുമാണ്. പക്ഷേ ഇവിടെ വളരെ മോശമായി, വളരെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ ഹരിഹരൻ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ അപ്പോൾ തന്നെ തള്ളിപ്പറയേണ്ട ഉത്തരവാദിത്വം ശ്രീമതി രമയ്ക്കുണ്ട്. എന്നിട്ട് അവരിപ്പോൾ പറയുന്നു എല്ലാം കഴിഞ്ഞ്, വിഷയങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞില്ലേ, ഇത് ഒരു അഭിപ്രായ പ്രകടനം നടത്തിയോടുകൂടി കഴിഞ്ഞില്ലേ എന്ന്. ശ്രീ ഹരിഹരൻ്റെ അഭിപ്രായ പ്രകടനവും നമ്മൾ കാണുകയുണ്ടായി. അഭിപ്രായ പ്രകടനത്തിലൂടെയും അദ്ദേഹം ഈ സമൂഹത്തിലെ സ്ത്രീകളെ ആക്ഷേപിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു. ഇത്തരത്തിൽ വളരെ മ്ലേച്ഛമായിട്ടുള്ള പ്രതികരണങ്ങൾ സ്ത്രീകൾക്ക് നേരെ നടത്തുമ്പോൾ അതിനെതിരെ പൊതുസമൂഹം ഉണർന്ന് എണീക്കുക തന്നെ വേണം. സ്ത്രീകളെ ചവിട്ടിക്കൂട്ടി പുറകോട്ട് കൊണ്ടുപോകേണ്ടതല്ല. ഈ രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്ക് സ്ത്രീകളുടെ കൂടി പ്രവർത്തനത്തിൻ്റെ ഫലമായി മാത്രമേ യാഥാർത്ഥ്യമാകുകയുള്ളൂ. ഇവിടെ വർഗീയത വളർത്താൻ ശ്രമിച്ചത് ആരാണെന്ന് നമ്മൾ കണ്ടു. ഈ തെരഞ്ഞെടുപ്പിൽ ഷാഫിയുടെ നിലപാട് കണ്ടു. UDF നേതൃത്വത്തിൻ്റെ ആകെയുള്ള നിലപാട് നമ്മൾ കണ്ടു. ഇതെല്ലാം ആകുമ്പോഴും പ്രബുദ്ധരായിട്ടുള്ള അവിടുത്തെ ജനങ്ങൾ അവർ കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തുന്നവർ തന്നെയാണ്. അവർ വിലയിരുത്തിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരിയായിട്ടുള്ള സ്ഥാനാർത്ഥിയെ ശൈലജ ടീച്ചറെ അപമാനിക്കാനും ആക്ഷേപിക്കാനും എല്ലാം നടത്തിയ ശ്രമങ്ങൾക്ക് ശക്തമായിട്ടുള്ള തിരിച്ചടി അവിടുത്തെ വോട്ടർമാർ കൊടുത്തിട്ടുണ്ടോ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും വീണ്ടും അവരെയും അതുപോലെ തന്നെ മഞ്ജു വാര്യരെ പോലെയുള്ള സഹോദരിമാരെയും എല്ലാം അപമാനിക്കാനും ആക്ഷേപിക്കാനും നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും നമുക്ക് തള്ളിപ്പറയണം. ശക്തമായ ഭാഷയിൽ കഴിഞ്ഞ ദിവസം ഹരിഹരൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ അപലപിക്കുകയാണ്. വളരെ നന്ദി CS സുജാത, ഡോക്ടർ പ്രേംകുമാർ, PM നിയാസ് ന്യൂസ് ആൻഡ് വ്യൂസിൽ സഹകരിച്ചതിന്. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു.